പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ദൈവവുമായൊരു ബന്ധമുണ്ടായത്. പ്രൈസ് ഗോഡ്. ഈ ദൈവവുമായിട്ട്, യേശുവുമായിട്ടൊരു ബന്ധമുണ്ടായതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാഗ്യകരമായ അവസ്ഥ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ യേശുവുമായി എനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. അനുഭവമുള്ള കാര്യം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ ജനിച്ചു വീണ് വളർന്ന് നന്മ തിന്മകൾ തിരഞ്ഞെടുക്കാൻ പ്രായമാകുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനു മുമ്പ് 1ാം ക്ലാസ്സിലൊക്കെ എഴുതുമ്പം മതം ഏതാണ്, റിലിജിയൻ ഏതാണ്, കാസ്റ്റ് ഏതാണെന്നൊക്കെ ചോദിക്കും. പ്രൈസ് ഗോഡ്. നമ്മിൽ പലരും ക്രിസ്ത്യൻ എന്നെഴുതും. പക്ഷേ ക്രിസ്തുവുമായി വ്യക്തിപരമായൊരു ബന്ധമില്ലാതെയാണ് അത് എഴുതിയത്. നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തതാണ് ക്രിസ്ത്യൻ. പ്രൈസ് ഗോഡ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതി. നമ്മുടെ ജീവിതത്തിൽ അന്ന് സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തത് അവിടെ എഴുതി, ഇവൻ ഇന്ന ജാതിയാണ്, ഇന്ന മതമാണ്. പ്രൈസ് ഗോഡ്. അക്ഷരാർത്ഥത്തിൽ ആ മതത്തിൽ ജനിച്ചെന്നല്ലാതെ, ആ ജാതികൾ ജനിച്ചെന്നല്ലാതെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ ദൈവത്തിന് സ്തോത്രം, ആമേൻ, അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. എന്നാൽ പ്രൈസ് ഗോഡ്, ഒരു ദിവസം എവിടെ നിന്നോ, ഒരുപക്ഷെ ഒരു കൺവെൻഷനിൽ നിന്നാകാം, ഒരുപക്ഷെ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിലാകാം, ഒരുപക്ഷെ പ്രൈസ് ഗോഡ് ഒരു റേഡിയോ സന്ദേശത്തിലാകാം, ഒരുപക്ഷെ പ്രൈസ് ഗോഡ് ഒരു TV സന്ദേശത്തിലാകാം. ആമേൻ. ഒരു സന്ദേശം നമ്മൾ കേട്ടു, നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാവങ്ങൾക്ക് പരിഹാരം വരുത്തി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് രക്ഷകനായി ആകാശത്തിലേക്ക് കരേറിപ്പോയി ഇനി വീണ്ടും വരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് തോന്നി, ഈ യേശുവിനെ എനിക്ക് വേണം, ഈ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി എനിക്ക് സ്വീകരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ തോന്നൽ വരുമ്പോൾ എഴുന്നേറ്റ് ബോധത്തോടെ, അറിവോടെ, നിശ്ചയത്തോടെ ദൈവത്തിന് സ്തോത്രം നമ്മൾ പറയും, യേശുവിനെ എൻ്റെ രക്ഷിതാവായി, എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതോടെ അറിയായ്മയുടെ കാലങ്ങളിൽ നാം ചെയ്തു പോയ സകല പാപത്തിൻ്റെയും പരിഹാരം അവർ ഒറ്റ ദിവസം കൊണ്ട് വരുത്തിയിട്ട് എന്നെയും നിന്നെയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ ഉയർത്തിപ്പാടുവാൻ, അവൻ ഉറക്കപ്പാടുവാൻ ഒരു ഗാനം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു തരും. എന്താണെന്നറിയാമോ? ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്തനാൾ. അടുത്തവരിങ്ങനെയാണ്, കാത്തു പ്രാർത്ഥി ആർത്തു ഘോഷി വ്യക്തിപരമായി കർത്താവുമായി ഒരു ബന്ധം ലഭിച്ച ദിവസം ഭാഗ്യനാളായിട്ട് വചനം പറയുന്നു, അനുഭവങ്ങൾ പറയുന്നു. ഇന്ന് ആ ഭാഗ്യനാൾ ഓർത്തൊരു സ്തോത്രം പറയാമോ? അതോടെ നമുക്കൊരു ഉടമസ്ഥനുണ്ടായി, നമുക്ക് പറയാനൊരിടമുണ്ടായി. പ്രൈസ് ഗോഡ്. നമുക്ക് നോക്കാനൊരു സ്ഥലമുണ്ടായി. മാത്രമല്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഉറപ്പാണ്, അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരാകും. പിന്നെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉള്ള, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അനുഭവത്തിലേക്ക് മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഉന്നതമായ പടികളിലേക്ക് ഞാനും നിങ്ങളും, പ്രൈസ് ഗോഡ്, നടന്ന് കയറുമ്പോൾ കഷ്ടം വന്നാലും പ്രയാസം വന്നാലും പ്രതികൂലം വന്നാലും, പ്രൈസ് ഗോഡ്, 2-3 വിഷയങ്ങൾ നമ്മളെ നടത്തും. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൈവം നമുക്ക് നല്ലവനായിരുന്നു. അവിടുന്ന് പാടി, ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവത്തിന് വേണ്ടി നിന്നവനെ ദൈവം മാനിച്ചിട്ടുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം ആർക്കും കടക്കാരനല്ല. കഴിഞ്ഞ നാളിലേക്ക് നോക്കിയിട്ട്, വരുവാനുള്ള നാളിലേക്ക് നോക്കിയിട്ട് പറയും, ഈ ദൈവം എന്നെ ജീവപര്യന്തം വഴി നടത്തും.
വീണ്ടും ഒന്നുകൂടെ പറയും, അല്ല, ജീവൻ തീരുന്ന ദിവസം, മരണം വരുന്ന ദിവസം, ഈ ജീവൻ അവസാനിക്കുന്ന ദിവസം എനിക്ക് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അത് കഷ്ടകാലമല്ല, അത് നന്മയുടെ അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. പ്രൈസ് ഗോഡ്, പിന്നെയും അനുഗ്രഹം. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള ആ 3 അനുഭവങ്ങൾ, കർത്താവിനെ വ്യക്തിപരമായി കണ്ട് അംഗീകരിക്കുന്ന അനുഭവം, അവനോട് പ്രാർത്ഥിച്ച് അവനെ ആരാധിച്ച് ജീവിക്കുന്ന അനുഭവം, ഒടുവിൽ താൻ പ്രിയം വെച്ച കർത്താവിനെ കാണുന്ന അനുഭവം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ 3 അനുഭവവും ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമേറി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ കഷ്ടതയും പ്രയാസവും പ്രതികൂലവും ഒക്കെ വരുമ്പോഴുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മൾ പാടിയതുപോലെ ഈ കൂരിരുൾ താഴ്വരയിൽ പ്രൈസ് ഗോഡ് പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഇത്ര നല്ലവനാം പ്രിയനെ രുചിച്ചറിയുവാൻ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് അനേകർ പ്രയാസത്തിലും ദുഃഖത്തിലും ആയിരിക്കുമ്പോൾ നമുക്ക് അതിനെ വിടുവിച്ച് ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തൊട്ടടുത്ത് മഞ്ഞുമ്മൽ ഉള്ള സഭയുടെ ശുശ്രൂഷകൻ തൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് സ്തോത്രം വളരെ ദുഃഖിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. തൻ്റെ മകൻ 3 മക്കളിൽ ദൈവത്തിന് സ്തോത്രം ദൈവകൃപയിൽ നിന്നുകൊണ്ട് അനേക യുവജനങ്ങളെ ആരാധനയിലേക്ക് നടത്തിയ, ദൈവകൃപയിലേക്ക് നടത്തിയ ചിക്കു കുര്യാക്കോസ് പ്രൈസ് ഗോഡ് നമ്മുടെ ചർച്ചിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേരുടെ യൂത്ത് മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നലെ പ്രൈസ് വൈകിട്ട് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. ഇനി ചിക്കു ആരാധിച്ച് പാടി സ്തുതിക്കാൻ പോകുന്നത് ഈ ഭൂമിയിലല്ല, അവിടെയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. താൻ പ്രിയം വെച്ച കർത്താവിനെ നോക്കി പാർത്തുകൊണ്ട് ഇത്രയും നാൾ വിശ്വാസത്താൽ ആരാധിച്ചു. ഇനി കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ ഇത്രയും പ്രൈസ് സമയം കർത്താവിനെ ആരാധിച്ചു. ഇനി ഒരു ദിവസമുണ്ട് ഞാൻ അവനെ മുഖാമുഖമായി കാണുന്നൊരു ദിവസം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ് ഗോഡ്. ഞാൻ അവനെ മുഖാമുഖമായി കാണും. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കടലാസിൽ അച്ചടിച്ച് എഴുതി വെച്ച പാട്ടുകൾ പാടി ഞാൻ ആരാധിച്ചെങ്കിൽ അന്ന് സ്വർഗീയ ഗാനങ്ങളാൽ എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രത്യാശയൊക്കെയാണ് നമ്മളെ നിലനിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ആ പ്രത്യാശയോടെ ആരാധിക്കാനാണ് ഇന്ന് നമ്മളിവിടെ വന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നമുക്ക് ഏതെല്ലാം വിധത്തിലുള്ള പ്രത്യാശകളുണ്ട്? ഹോപ്പ്, ആഗ്രഹം, പ്രത്യാശ ഏതെല്ലാം വിധത്തിലുണ്ട്? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വരുംകാലത്തെക്കുറിച്ചുള്ള ശുഭകരമായ ആഗ്രഹങ്ങളാണ് അവൻ്റെ പ്രത്യാശ. ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, തകർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, പ്രൈസ് ഗോഡ് കുറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രത്യാശ ദൈവത്തിലുള്ള പ്രത്യാശ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കർത്താവേ, എനിക്കൊരു നല്ല ഭാവി തരണമേ, ഒരു ശുഭ ഭാവി തരണമേ. എത്ര പേര് ഈ ആഗ്രഹത്തോടെ ഇന്നിവിടെ ആയിരിക്കുന്നുണ്ട്? കർത്താവേ, എനിക്കൊരു നല്ല ഭാവി തരണമേ എന്ന് പറഞ്ഞ കർത്താവേ, നാളത്തെ ദിവസം ഇന്നലത്തേക്കാൾ നന്മയാക്കി മാറ്റണമേ. പ്രൈസ് ഗോഡ്. ഇന്ന് കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം എനിക്ക് നന്മയാക്കി തീർക്കണമേ. കഴിഞ്ഞ വർഷത്തേക്കാൾ അടുത്ത വർഷം എനിക്ക് നന്മയാക്കി തീർക്കണമേ. 2014 യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യാശ എനിക്കുണ്ട്. 2014 വലിയതായ നല്ലതായ ഒരു 15 നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എന്ന് പറഞ്ഞ ലോകത്തിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്നലെ വൈകിട്ട് ഞാൻ പറയുകയായിരുന്നു, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് ലോകം മുഴുവൻ പേടിച്ച് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, വെറുങ്ങലിച്ച് നിൽക്കുന്ന ഒരു പ്രൈസ് ഗോഡ് ഒരു രോഗമാണ് എംബോള. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നമ്മൾ കയറുന്ന വാഹനത്തിൽ, ബസ്സിലായാലും പ്ലെയിനിലായാലും ട്രെയിനിലായാലും ഈ രോഗം ബാധിച്ചവൻ ഉണ്ടായാൽ മതി. ദൈവം സഹായിച്ചില്ലെങ്കിലുണ്ടല്ലോ ഒന്നും നടക്കത്തില്ലെന്നൊരു കാലം വരാൻ പോകുകയാണ്. ദൈവം നിലനിർത്തിയാലല്ലാതെ, ദൈവം പരിപാലിച്ചാലല്ലാതെ, ദൈവം സൂക്ഷിച്ചാലല്ലാതെ ഒന്നും നടക്കത്തില്ലെന്നൊരു കാലഘട്ടത്തിൽ വരാൻ പോകുകയാണ്. ഇന്നലെ എന്നോട് ഒരാൾ പറയുകയായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ത്യയിലെ തന്നെ ചില സംസ്കാരത്തിൽ ഉയർന്നു നിൽക്കുന്ന, സമ്പത്തിൽ ഉയർന്നു നിൽക്കുന്ന പട്ടണങ്ങളിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ചിലർ കയ്യിലൊരു സൂചിയുമായിട്ട് നടക്കുകയാണ്. കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഇവര് ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പം ഈ സൂചി വെച്ചൊരു കുത്തു തിരിഞ്ഞ് നിന്ന് എന്തോ കാണിച്ചെന്ന് ചോദിക്കുമ്പം ഇവൻ പറയുന്നറിയാം, നിൽക്ക്
വെൽക്കം ടു ദ എയ്ഡ്സ് ഫാമിലി. പ്രൈസ് ഗോഡ്. കുത്തു കൊണ്ടാൽ അവന് എയ്ഡ്സിൽ ഉള്ള രോഗിയെ കുത്തിയ സൂചിയുമായിട്ട് നടക്കുകയാണ്. വെൽക്കം ടു ദ എയ്ഡ്സ് ഫാമിലി. മനസ്സും വായും അറിഞ്ഞിട്ടല്ല, ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഒരു കുഴപ്പവുമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് ആൾക്കൂട്ടത്തിൽ പോകാൻ വരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ അറിയാതെ നമ്മെ ശത്രു തകർക്കാൻ നോക്കുമെന്നാൽ ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഓർമ്മ വന്നാൽ, നിന്റെ തലമുടി പോലും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർമ്മ വന്നാൽ, നിന്റെ തലമുറയെ കുറിച്ച് ഭാരപ്പെടേണ്ട, കുടുംബത്തെ കുറിച്ച് ഭാരപ്പെടേണ്ട, മക്കളെ കുറിച്ച് ഭാരപ്പെടേണ്ട. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സമാധാനമായി ജീവിക്കാൻ വല്ലവർക്കും സാധിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒരൊറ്റ മനുഷ്യനെ പറ്റൂ, യേശുവിൽ ആശ്രയിക്കുന്നവന്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എനിക്ക് ദൈവത്തെ സ്തോത്രം നിങ്ങളോട് ഇത്ര പറയാനുള്ളൂ. കർത്താവിൽ ആശ്രയിച്ചോ, ലജ്ജിക്കാൻ അവൻ ഇടവരത്തില്ല. അവങ്കലേക്ക് നോക്കിക്കോ, നീ തകർന്നു പോകാൻ ഇടവരത്തില്ല. പലവിധ പ്രശ്നങ്ങൾ വന്നെന്നിരിക്കും, പക്ഷേ പ്രൈസ് ഗോഡ് അവന്റെ ശാശ്വത ഭുജത്തിൽ, ബലമുള്ള ഭുജത്തിൽ എന്നെയും നിന്നെയും താങ്ങുമെന്ന് ഉറപ്പാണ്. നിനക്ക് കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്ക്. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത അനേകം 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 നന്മകൾ നിനക്ക് മാത്രം, നിന്റെ കുടുംബത്തിന് മാത്രം, നിന്റെ തലമുറയ്ക്ക് മാത്രം, നിനക്ക് വേണ്ടി മാത്രം യേശു ചെയ്തില്ലേ? ഓർത്ത് സ്തുതിച്ച് ആരാധിക്കുക, ഓർത്ത് സ്തുതിച്ച് ആരാധിക്കുക, ഓർത്ത് സ്തുതിച്ച് ആരാധിക്കുക. നിന്റെ കുടുംബത്തെ ദൈവം സൂക്ഷിച്ചു, തലമുറയെ സൂക്ഷിച്ചു, അപകടങ്ങളിൽ സൂക്ഷിച്ചു, രോഗങ്ങളിൽ സൂക്ഷിച്ചു, വിടുതൽ നിന്ന് സൂക്ഷിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇത് മാത്രമല്ല, ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ഉറപ്പെന്നറിയാമോ? ആമേൻ. എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? നിന്റെ കൈ തൊടുന്നിടത്തെല്ലാം ഞാൻ ദൃഷ്ടി വയ്ക്കും. നിന്റെ കരം തൊടുന്നിടത്തെല്ലാം എൻ്റെ കരം ചലിക്കും. നിന്റെ കരം തൊടുന്നിടത്തെല്ലാം എൻ്റെ കരം ചലിക്കും. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്നും അവൻ പ്രവർത്തിക്കുന്നില്ലേ? ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ. പിള്ളേര് പരീക്ഷയ്ക്ക് പോകുമ്പം അപ്പനും അമ്മയും പ്രാർത്ഥിച്ചവരെ വിടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു കാര്യം പറയാം. അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയല്ല, പരീക്ഷയ്ക്ക് പോകുന്ന അന്നത്തെ പ്രാർത്ഥനയല്ല, തലേന്ന് മര്യാദക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പരീക്ഷ നാളെയാണ്, ഇന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാളത്തെ പ്രാർത്ഥനയിലൊരു ഉറപ്പുണ്ട്. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ച് കിടന്ന ദൈവം, ഇന്നലെ ഞാൻ ആരാധിച്ച ദൈവം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ പൈതലിനെ സഹായിക്കും. തലേന്നല്ല, അതിൻ്റെ തലേന്ന് പ്രാർത്ഥിച്ച ഓർമ്മയും കൂടെ ഉണ്ടാകണം. ഹല്ലേലൂയ. അതിൻ്റെ പുറകോട്ട് നോക്കിയിട്ട് പ്രാർത്ഥിച്ച ഓർമ്മയുണ്ടാകണം. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ 2-3 കാര്യം മനസ്സിലാകും. ഒന്ന്, ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അപേക്ഷിച്ച വിഷയങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹന്നയ്ക്ക് പറയാനുള്ളത്, ഞാൻ ഈ ബാലന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്, ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ എനിക്ക് തന്നു. ഉറപ്പ് എത്ര പേർക്കുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? കഴിഞ്ഞ നാളുകളിൽ തന്നു 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 തന്നു. എത്ര വിഷയങ്ങൾ തന്നു, എത്ര പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു, എത്ര അനുഗ്രഹങ്ങളും തകർന്നു തന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത് ഓർത്ത് ദൈവത്തെ ആരാധിക്കുന്നതാണ് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ട് ഒരുവൻ മടങ്ങി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ പുറജാതിക്കാരനല്ലാതെ 9 എവിടെ പോയെന്ന്. പ്രൈസ് ഗോഡ്. 9ന്റെ കൂട്ടത്തിലല്ല, ഒരെണ്ണത്തിന്റെ കൂട്ടത്തിലാണെന്ന് ഞാനെന്ന്. 9 എവിടെയെങ്കിലും പോകട്ടെ, ഞാൻ ഒരെണ്ണത്തിന്റെ കൂട്ടത്തിലാണെന്ന്. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവം എന്നെ സഹായിച്ചാൽ, യേശുവേ നീയല്ലാതെ ആരുമില്ല, നീയല്ലാതെ ആരുമില്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അങ്ങനത്തെ ഒരു ആരാധന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം. ദൈവമക്കളെ, പ്രാർത്ഥിക്കണം, നിലനിൽക്കണം. പ്രൈസ് ഗോഡ്. ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് വില കൊടുത്തും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ സ്തോത്രം പറയുന്നത്, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. ആദ്യം തുടങ്ങുന്നത് അങ്ങനെയാണ്, ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതിന് എന്തെല്ലാം കാരണങ്ങൾ പറയാനുണ്ടെന്നറിയാമോ? ആമേൻ. പ്രൈസ് ഗോഡ്.
ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരാണെങ്കിലും കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, നമ്മൾ കർത്താവിനെ എങ്ങനെ കാണുന്നു അതനുസരിച്ച് ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ കർത്താവിനെ ആരാധിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. വ്യക്തിപരമായി ആരാധനയ്ക്ക് ദൈവത്തിന്റെ സ്തോത്രം ആഴങ്ങളും പരപ്പും വ്യത്യാസമുണ്ട്. വ്യക്തിപരമായ ആരാധനയ്ക്ക് ആഴത്തിനും പരപ്പിനും വ്യത്യാസമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. സുവിശേഷം 4 മർക്കോസ് എഴുതി, മത്തായി എഴുതി, ലൂക്കോസ് എഴുതി, യോഹന്നാൻ എഴുതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് എഴുതിയപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമുള്ള ശുശ്രൂഷകൾ യേശുവിൻ്റെ വിവരിച്ചങ്ങോട്ട് എഴുതി. പ്രൈസ് ഗോഡ്. 1 അധ്യായം തൊട്ട് അങ്ങോട്ട് നോക്കിയാൽ വംശാവലിക്കൊന്നും നേരം എടുത്തില്ല മർക്കോസ്. മത്തായി, മർക്കോസും ലൂക്കോസും ഒക്കെ 4 സുവിശേഷത്തിൽ മത്തായി എഴുതിയപ്പോൾ വംശാവലി എഴുതി, ലൂക്കോസും വംശാവലി എഴുതി, യോഹന്നാൻ ആദിയിലുള്ള കാര്യം തൊട്ടങ്ങ് തുടങ്ങി. മർക്കോസ് എന്തെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 1 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെയല്ലേ? ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. 2 വാക്യം. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം സകല വംശാവലിയും കൂടെ ചേർത്ത് അരച്ച് കലക്കിക്കൊണ്ട് മർക്കോസ് ഒറ്റ ഗുളികയാക്കി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ യഹൂദ ഗോത്രത്തിലാണെന്ന് പറഞ്ഞില്ല. അവൻ പ്രൈസ് ഗോഡ് അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറഞ്ഞില്ല. ദാവീദിന്റെ സന്തതിയാണെന്ന് പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ മേരിയുടെ പ്രൈസ് ഗോഡ് യേശുവിന്റെ അമ്മയായ മറിയയുടെ വംശാവലിക്ക് പോയില്ല. ലൂക്കോസ് മറിയയുടെ വംശാവലി പറഞ്ഞു. മത്തായി യേശുവിന്റെ പിതാവായിരിക്കുന്ന പ്രൈസ് ഗോഡ് അല്ലെങ്കിൽ യോസഫിന്റെ പറഞ്ഞു. പ്രൈസ് ഗോഡ് പിതാവിന്റെയും മാതാവിന്റെയും വംശാവലിയിലോട്ട് തൊട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മർക്കോസ് ഒറ്റ വാക്കി പറഞ്ഞു, എനിക്കൊരുവനെ അറിയാം, അവൻ ദൈവപുത്രനാണ്. അവന്റെ സുവിശേഷത്തിന്റെ ആരംഭം, അവന്റെ സുവിശേഷത്തിന്റെ ആരംഭം എങ്ങനെ അത് തുടങ്ങിയെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആദ്യമായി സുവിശേഷം കേൾക്കുന്ന ഒരുവന് ദൈവത്തിന് സ്തോത്രം ആരംഭം എങ്ങനെയാണെന്നറിയാമോ? അവൻ നിന്റെ വഴി ഒരുക്കും. നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. ആ 2ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യന്, ക്രിസ്ത്യാനി അല്ലാത്തൊരു മനുഷ്യന് പോലും ഒരു കാര്യം മുന്നിലേക്ക് ചലിച്ചു കയറും, ഇടിച്ചു കയറും. പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ടി വഴി തുറക്കാൻ, വഴിയൊരുക്കാൻ അവൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് കഴിവുണ്ട്, ശക്തിയുണ്ട്. ഇന്ന് പകൽ യേശു നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിന്റെ കുടുംബത്തിൽ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി അവൻ വഴി ഒരുക്കും. ദുർഘടങ്ങൾ മാറ്റിക്കൊണ്ട്, നിറപ്പാക്കിക്കൊണ്ട് കർത്താവ് വഴിയൊരുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? 45-ാം അധ്യായം യെശയ്യാ പ്രവചനത്തിലേക്ക് നോക്ക്. അങ്ങനെയാണ് കർത്താവ് വഴിയൊരുക്കിയത്. യെശയ്യാ 45-1 മുതൽ വായിച്ചു. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അന്ന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യൂ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും, വാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളയും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവൻ എനിക്ക് മുമ്പേ പോയാൽ, എൻ്റെ യേശു എൻ്റെ മുമ്പേ പോയാൽ ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ മുറിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് പകല് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം.
സങ്കീർത്തനക്കാരൻ പറഞ്ഞു, പാതാളത്തിന് ആടുകളായി നടന്ന സ്ഥാനത്ത്, പാപത്താൽ ബന്ധിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത്, പ്രൈസ് ഗോഡ്, വഴികൾ, നന്മയുടെ സകല വഴികളും അടഞ്ഞിരുന്ന സ്ഥാനത്ത്, മരണവാതിലുകളോട് സമീപിച്ചിരുന്ന സ്ഥാനത്ത് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? നിന്റെ പുറകിൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നിന്റെ മുൻപിൽ, നിന്റെ ചുറ്റും വന്നുകൊണ്ട് മരണവാതിലിന്റെ, പ്രൈസ് ഗോഡ്, ഓടാമ്പലുകളെ തകർത്ത് നിന്നെ വെളിയിൽ കൊണ്ടുവന്ന് ദുർഘടങ്ങൾ നിരപ്പാക്കി ദൈവത്തിന്റെ കൃപയിൽ നടത്തുമെന്ന് പറയുന്നത് ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നടത്തുമെന്ന് പറയുമ്പോൾ, പ്രൈസ് ഗോഡ്, പുതിയ നിയമസഭയിലും പഴയ നിയമസഭയിലും വെളിപ്പെട്ടിരിക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെ കൊണ്ടുപോകുന്നത് നല്ലൊരു ദേശത്തേക്കാണ്. പ്രൈസ് ഗോഡ്. കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത ഒരു ദേശത്തേക്ക് എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വചനം പറയുമ്പോൾ വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പഴയ നിയമ വിശ്വാസികളെ കൊണ്ടുപോയത് ഇസ്രായേലിലേക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് കിടക്കുന്ന, ഗൾഫ് രാജ്യങ്ങളോട് തൊട്ട് കിടക്കുന്ന ഇസ്രായേലിലേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് പറഞ്ഞു, ഇത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം, ആമേൻ. പുതിയ നിയമസഭയിലെ വിശ്വാസികളെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഒരു മേലുള്ള ഒരു യെരുശലേമിലേക്കാണ്. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. നിന്നെ നടത്തിക്കൊണ്ട് പോകുന്നത്, നിന്നെ ദിവസവും നടത്തിക്കൊണ്ട് പോകുന്നത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പാലും തേനും ഒഴുകുന്ന ഇസ്രായേൽ ജനത്തിൽ, ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയതുപോലെ ഒരു അനുഗ്രഹമുള്ള സ്ഥലത്തേക്കാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ദൈവവചനത്തിൽ കൂടെ പിടികിട്ടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ യാത്രയുടെ അന്ത്യം എവിടെ ആയിരിക്കും? ഈ യാത്രയുടെ അന്ത്യം? ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിലായെങ്കിൽ നമ്മുടെ യാത്ര, കർത്താവിനെ കണ്ടുമുട്ടിയ ഈ യാത്ര, പ്രൈസ് ഗോഡ്, അവസാനിക്കുന്നത് സ്വർഗത്തിലായിരിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതോടുകൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. 40 വർഷക്കാലം എവിടെ കൂടെ നടത്തിയത്? മരുഭൂമിയിൽ കൂടെ നടത്തി. ഹല്ലേലൂയ. നിങ്ങൾ 40 വർഷക്കാലം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ നടത്തി എവിടെ എത്തിച്ചു? പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ നടത്തുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, എപ്പോഴും അടികിട്ടി, എപ്പോൾ പ്രശ്നമുണ്ടായി, എപ്പോൾ വീഴ്ച വന്നു, എപ്പോൾ താഴ്ച വന്നു, ഈ ദൈവത്തോട് മറുതലിച്ച സമയത്തൊക്കെ അടികിട്ടി. ഈ ദൈവത്തോട് മറുതലിച്ച സമയത്തൊക്കെയും താഴ്ചകൾ വന്നു. ഈ ദൈവത്തോട് മത്സരിച്ച സമയത്തൊക്കെയും ശത്രുവിൻ്റെ എതിർപ്പുകൾ വന്നു. ഈ ദൈവത്തോട് മത്സരിച്ച സമയത്തൊക്കെയും ഈ പ്രശ്നങ്ങൾ വന്നു. എന്നാൽ ദൈവത്തോട് മത്സരിക്കാതെ ഈ മരുഭൂമി യാത്രയിലാണ് സമ്മതിച്ചു. ദൈവത്തോട് മത്സരിക്കാതെ ഈ മരുഭൂമിയിൽ കൂടെ നിന്നെ നടത്തുമ്പോൾ എങ്ങനെ നടത്തുമെന്നറിയാമോ? മരുഭൂമിയിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കത്തി നിൽക്കുന്ന സൂര്യന്റെ ചൂടിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ തണല് നിനക്ക് വിരിച്ച് അവൻ നിന്നെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മരുഭൂമിയിലെ കൊടും തണുപ്പ് രാത്രി വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ തണുപ്പിൽ നീ പട്ടുപോകാതിരിപ്പാൻ അഗ്നി തൂണായി അവൻ നിന്റെ കൂടെ നടന്ന് നിന്നെ സഹായിച്ച് അനുഗ്രഹിച്ച് നടത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് സ്തോത്രം. എന്ത് തിന്നുമെന്ന് നീ വിചാരപ്പെടേണ്ട. ആകാശം തുറന്ന് ഒറ്റ ദിവസം പോലും പാഴാകാതെ മന്ന തന്ന് നിന്നെ അനുഗ്രഹിച്ച് നടത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ത് കുടിക്കുമെന്ന് വിചാരിക്കേണ്ട. മരുഭൂമിയാണ്, ആമേൻ, ഹല്ലേലൂയ. വെള്ളമില്ലാത്ത വരണ്ട ദേശമാണ്. ഞാൻ എന്ത് കുടിക്കുമെന്ന് വിചാരിക്കേണ്ട. ഒരു തീക്കൽ പാറ നിന്നെ അനുഗമിക്കും. ക്രിസ്തുവാകുന്ന പാറ നിന്നെ അനുഗമിക്കും. അതിൽ നിന്ന് നീ വേണ്ടുവോളം കുടിച്ച് തൃപ്തിയോടെ നടക്കും. മനസ്സിലായി? വേണ്ടുവോളം കുടിച്ച് തൃപ്തിയോടെ നടക്കും. പ്രൈസ് ഗോഡ്. വേദപുസ്തകം പറയുന്നത് കോർപ്പറേഷൻ വെള്ളം തരുന്ന പോലെയല്ല, സർക്കാർ വെള്ളം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ. അവൻ പാറയെ അടിച്ചു, തോടുകളും കവിഞ്ഞ് ഒഴുകി. സത്യം. പ്രൈസ് ഗോഡ്. ഈ നൂല് പോലെ പൈപ്പിൽ തിരിക്കുമ്പോൾ വരുന്നത് പോലെ തോട്ടിൽ കൂടെ ഒഴുകുകയാണ്, കവിഞ്ഞൊഴുകുകയാണ്. കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളം നിന്റെ കൂടാരത്തിന് ചുറ്റും
ചുറ്റും ഒഴുക്കിക്കൊണ്ട് പ്രൈസ് ഗോഡ് നിന്നെ അനുഗ്രഹിക്കുന്ന, മരുഭൂമിയിൽ അനുഗ്രഹിക്കുന്ന ഈ വലിയ ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് ആരാധിക്ക്. ചുമ്മാതല്ല ദാവീദ് പറഞ്ഞത്, അവൻ മരുഭൂമിയിൽ എനിക്ക് വേണ്ടി മേശയൊരുക്കുന്ന ദൈവമാണ്, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ കൂടെ ഇറങ്ങിയത് കൊണ്ട് പ്രൈസ് ഗോഡ് എല്ലാ ദിവസവും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇനി ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ മോശയ്ക്ക് പോലും സംശയം ഉണ്ടായിരുന്നു, ഞാൻ എവിടെ നിന്ന് ഇത്രയും പേർക്ക് കൊടുക്കും? കർത്താവ് പറഞ്ഞു, പ്രൈസ് ഗോഡ്, മോശേ നീയല്ല കൊടുക്കുന്നത്, ഞാനാ കൊടുക്കുന്നത്. നിന്നെ അനുഗ്രഹിക്കുന്നത് മനുഷ്യനല്ല, നിന്നെ ഇറക്കിക്കൊണ്ടുവന്ന ദൈവമാണ്, നിന്നെ വിളിച്ച ദൈവമാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മരുഭൂമിയിൽ നീ പട്ടുപോകാൻ സമ്മതിക്കത്തില്ല. പട്ടുപോയ നിന്റെ കയ്യിലിരിപ്പ്, പ്രൈസ് ഗോഡ്, പട്ടുപോയ നിന്റെ കയ്യിലിരിപ്പ്. എന്നാൽ ദൈവത്തെ സേവിച്ചുകൊണ്ട്, മാനിച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വസിച്ചുകൊണ്ട് അവൻ പറയുന്ന വഴിയിൽ അങ്ങോട്ട് പോയാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിന്റെ പാളയത്തിന് ചുറ്റും തെളിനീര് പ്രൈസ് ഗോഡ് ഒഴുകും. ആ വെള്ളം എവിടെന്നാ വരുന്നതെന്നറിയാമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേലെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ, മരുഭൂമിയിൽ തീക്കൽ പാറ, ആ പാറയെ തട്ടിക്കഴിഞ്ഞാൽ തീയെ വറക്കത്തുള്ളൂ. പക്ഷെ നീ തട്ടുമ്പോൾ അതിന് വെള്ളം വരുമെന്ന്. മറ്റുള്ളവർ തട്ടുമ്പോൾ തീ വറക്കുന്ന പാറയിൽ നിന്ന് നിന്റെ അടിയേറ്റ് വെള്ളം വരുവാനുള്ള കഴിവുള്ള കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പക്ഷെ ദൈവത്തെ സേവിക്കുമ്പോൾ ഭേദാഭേദം വിവേചിച്ചറിഞ്ഞ് വേണം സേവിക്കാൻ. മോശയ്ക്ക് പറ്റിയ തെറ്റെന്നറിയാമോ? മോശയോട് ആദ്യം പറഞ്ഞത് പ്രൈസ് ഗോഡ് പാറ അടിക്കാനാ. മോശ അടിച്ചു, വെള്ളം വന്നു. രണ്ടാമത് പറഞ്ഞത്, നിങ്ങൾ പഠിച്ചു നോക്കണം, നേരമില്ല. രണ്ടാമത് പറഞ്ഞത് പാറയോട് കൽപ്പിക്കാനാ. രഫീദീമിൽ വെച്ച് പറഞ്ഞത് പാറയോട് കൽപ്പിക്കാനാ. പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? ഇച്ചിരി ദേഷ്യവും പിന്നെ പഴയ ഓർമ്മയും, ഇത് രണ്ടും കൂടെ വന്നപ്പോൾ ചെന്ന് കൽപ്പിക്കാൻ പറഞ്ഞ പാറയോട് അടിച്ചു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം അടിച്ചെന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. മോശയായാലും നീ അങ്ങോട്ട് പോകണ്ടെന്ന്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രമാണത്തിന് നിന്നാൽ, ദൈവത്തിൻ്റെ വചനത്തിന് നിന്നാൽ, ഈ മരുഭൂമിയിൽ നിനക്ക് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവൻ മന്ന പൊഴിച്ചു തന്ന് പാറയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് നിന്നെ പോഷിപ്പിച്ച് നടത്താൻ ഇന്നും എന്നും എൻ്റെ ദൈവത്തിന് കഴിയിട്ടുണ്ട്. അവന്റെ രക്ഷയുടെ കരം കുറുതായിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടകാലം വരുമ്പം വചനം പറയുന്നത് എന്നാന്നറിയാമോ? കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടിവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. പ്രൈസ് ഗോഡ്. എൻ്റെ 42 വർഷത്തെ ക്രിസ്തീയ ജീവിത അനുഭവത്തിൽ ഞാൻ പറയാം, കഷ്ടകാലത്തിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് മറുപടിയില്ലാത്ത ഒരു വിഷയം പോലും ഉണ്ടായിട്ടില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിന്റെ കഷ്ടത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ മറുപടി തരാത്ത ഒരു ദിവസം പോലും എനിക്കില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു കഷ്ടത്തിന് പോലും മറുപടി കിട്ടാതെ പോയിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട്, മരണം വരെ ജീവപര്യന്തം ഈ ദൈവം എന്നെ വഴി നടത്തും. നിന്നെ വഴി നടത്തും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് വഴി നടത്തും. നിന്റെ കഷ്ടത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ മറുപടി തന്ന് വഴി നടത്തും. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ കഷ്ടം വന്നിട്ട് വിളിച്ചപേക്ഷിച്ചിട്ട് മറുപടി കിട്ടിയിട്ടുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ മറുപടി തരുന്നത് ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പല പല ഫോർമുലകൾ പറയാറുണ്ട്. ദൈവത്തിന് 3 മറുപടി ഉണ്ട്. പ്രൈസ് ഗോഡ്. 1 യെസ്, 2 നോ, 3 വെയിറ്റ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് ഏത് മറുപടിയാണ് തരേണ്ടതെന്ന് ആര് തീരുമാനിക്കും? കർത്താവ് തീരുമാനിക്കും. അങ്ങനെ പല മറുപടികളുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ജീവിതം അങ്ങ് തകരുമെന്ന് തോന്നുമ്പോൾ, ഒരു രക്ഷയുമില്ലെന്ന് തോന്നുമ്പോൾ, മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കർത്താവ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിട്ടുണ്ട്. നീ നാളെ വാ, മറ്റന്നാ വാ, പുന്നവാ, പോയി വാ എന്ന് പറയുന്ന ദൈവമല്ല. നിന്റെ കരച്ചിലിന്റെ മറുപടി നിനക്ക് തന്ന് നിന്നെ നടത്തിക്കൊണ്ടുള്ള അനുഭവമുള്ളതോർ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹാഗാർ മരുഭൂമി കിടന്ന് കരയുമ്പം, കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് കരയുമ്പം വെയിറ്റ് എന്ന് പറയുന്ന ദൈവമല്ല, കണ്ണ് തുറക്കുന്ന ദൈവമാണ്.
എന്ത് കാണാൻ കണ്ണ് തുറക്കുന്നത്? നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു നീരുറവ ഒളിഞ്ഞു കിടന്നത് ഇതാ ഞാൻ തുറക്കുന്നു, ഇതാ ഞാൻ തുറക്കുന്നു, നിനക്ക് വേണ്ടി തുറക്കുന്നു, നിന്റെ പൈതലിന് വേണ്ടി തുറക്കുന്നു, നിന്റെ വിഷയത്തിന് വേണ്ടി തുറക്കുന്നു. നാളെ തുറക്കാമെന്നല്ല, അടുത്ത ആഴ്ച തുറക്കാമെന്നല്ല, അടുത്ത മാസം തുറക്കാമെന്നല്ല, ഇതാ ഞാൻ തുറന്നു കഴിഞ്ഞു. നീ കണ്ണു തുറന്ന് കാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം തുറന്നു കഴിഞ്ഞത് കണ്ണു തുറന്ന് കാണാൻ കഴിയുള്ള ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. പക്ഷെ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും, നന്മ വരുമ്പോൾ അതിനെ കാണാതെ പോകും. അല്ലേ? കാണാൻ താല്പര്യമുള്ളവർക്ക് അത് തുറന്നിരിക്കുകയാണ് ദൈവത്തിന്റെ നടത്തിപ്പുകൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. എങ്ങനെ പഴയ നിയമസഭയെ കൊണ്ടുപോയോ അതുപോലെ തന്നെ പുതിയ നിയമസഭയെ മരുഭൂമിയിൽ കൂടെ നടത്തും. പ്രൈസ് ഗോഡ്. ഈ ഘട്ടത്തിലും ഈ ഭാരത്തിലും ഈ പ്രയാസത്തിലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നടത്തിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, നിസ്സാര കാര്യം ഞാൻ പറയാം. ആമേൻ. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും പിള്ളേരുടെ കയ്യിൽ ഒരെണ്ണം, അപ്പൻ്റെ കയ്യിൽ ഒരെണ്ണം, അമ്മയുടെ കയ്യിൽ ഒരെണ്ണം, എല്ലാവരും മൊബൈൽ ഫോൺ ഉള്ളപ്പം പ്രൈസ് ഗോഡ്, മാത്രമല്ല ഫ്രീ ആയിട്ട് മൊബൈൽ ടു മൊബൈൽ ഫ്രീ ആയിട്ടും കൂടെ സമയമുള്ളപ്പം അവൻ എപ്പോൾ വേണമെങ്കിലും എടുത്ത് പാതിരാക്കി കുത്തിയാലും അപ്പുറത്തുനിന്ന് മോനേന്ന് വിളിച്ചാൽ എന്താണെന്ന് വെക്കും. പ്രൈസ് ഗോഡ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നോടത്താന്ന് പറയും. അങ്ങനെ ഒന്നും പറയാനില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് പോലും അറിയത്തില്ല, ഏത് നിലവാരത്തിലാണെന്ന് അറിയത്തില്ല, വല്ലതും കഴിച്ചോ കുടിച്ചോ എന്ന് അറിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങോട്ട് വിളിക്കാൻ നമ്പറില്ല, ഇങ്ങോട്ട് വിളിക്കാൻ അവൻ്റെ കയ്യിൽ ഫോണുമില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അമേരിക്കയിലോട്ടൊന്ന് വിളിക്കണമെങ്കിൽ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവൻ ബൂത്തിൽ ചെന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ബുക്ക് ചെയ്ത് കാത്ത് മണിക്കൂറുകൾ ഇരുമ്പോഴാണ് ചിലപ്പോൾ ഒരു കാലത്ത് കണക്ഷൻ കിട്ടിയിരുന്നത്, ട്രങ്കോള്. പ്രൈസ് ഗോഡ്. അതങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ STD NSD വന്നു കഴിഞ്ഞെങ്കിലും പ്രൈസ് ഗോഡ് ബൂത്ത് വരെ പാതിരാക്കി ചെന്ന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. കറക്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ മീറ്ററെ നോക്കിക്കൊണ്ടാണ് വർത്താനം പറയുന്നത്. 10, 20, 30, 50, 100 കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഡെലിവറൻസ് മീറ്റിങ്ങിന് വേണ്ടി ഞാനും ജെയ്സനും എബ്രഹാം പാസ്റ്ററും പ്രൈസ് ഗോഡ് ഞങ്ങൾ കുറേ പേരങ്ങനെ പോകുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. കോഴിക്കോട്ടിനും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഷൊർണൂർക്കും തിരിയുന്ന ജംഗ്ഷനിൽ ഞങ്ങൾ കാപ്പി കുടിക്കാൻ നിർത്തി. ഞാനും ഗ്രേസിയും കൂടെ പറഞ്ഞു നമുക്ക് മോനെ ഒന്ന് വിളിക്കാം, ജിബിയെ ഒന്ന് വിളിക്കാം. ഞങ്ങൾ അടുത്ത ബൂത്തിൽ കയറി വിളിച്ചു. പ്രൈസ് ഗോഡ്. 4 അക്ഷരം പറഞ്ഞപ്പോൾ 90 രൂപ. പ്രൈസ് ഗോഡ്. പിന്നെ നോക്കുമ്പോൾ 100 110 120 കൊടുക്കാൻ കാശൊന്നും ഇല്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കോള് നിർത്തി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ചത് പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗ്രേസി പറയും ജിബിയെ വിളിച്ചിട്ട് ഒരുപാട് നാളായി, അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരുപാട് നാളായി. പ്രൈസ് ഗോഡ്. ഞങ്ങൾ രണ്ടുപേരോട് അന്ന് രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ നാളെ നേരം വിളിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് വിളിക്കണം. പിറ്റേന്ന് നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുൻപ് പ്രൈസ് ഗോഡ്, ഞങ്ങൾ വേറെ കാര്യങ്ങൾ പോകുന്നതിന് മുൻപ് ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ ഫോൺ അടിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അത് ജിബി വിളിക്കുന്നതാണ്. ഇതുപോലെ മറുപടി തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ കഷ്ടത്തിലും നിന്റെ ഭാരത്തിലും നിന്റെ പ്രയാസത്തിലും ഒന്നുകൊണ്ടും കുലുങ്ങണ്ട, നിന്നെ ജയോത്സവമായി നടത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ, നിന്നിച്ചോരുടെ മധ്യേ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേ യേശുവല്ലയോ. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ, നിന്ദിച്ചോരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേ യേശുവല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം, ഹല്ലേലൂയ മറന്നാർക്കു പാടാം, എല്ലാവരും ഘോഷിക്കാം, വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ, നിന്നിച്ചോരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേ യേശുവല്ലയോ. പൊട്ടക്കിണറിന്റെ ഏകാന്തതയിലും പൊട്ടിത്തകർന്നിടലേ, പൊട്ടിപ്പരൻ വീട്ടിൽ നിന്നിടനായാലും നിരാശനായിടലേ. പൊട്ടക്കിണറിന്റെ ഏകാന്തതയിലും പൊട്ടി
തകർന്നിടല്ലേ. പൊട്ടിപ്പൊളിഞ്ഞിട്ട് നിന്ദിതനായാലും നിരാശനായിടല്ലേ. ദൈവം മാനിച്ചിടും, മറവരും നിന്നെ മാനിച്ചിടും. ദൈവം മാനിച്ചിടും, മറവരും നിന്നെ മാനിച്ചിടും. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. കണ്ണുനീർ കാണുവാൻ കൊതിച്ച ശത്രുക്കൾ ചിന്ത ഭിന്നമായി പോയി. കഷ്ടത വരുത്തുവാൻ ശ്രമിച്ച വിരോധികൾ കഷ്ടത്തിലായി പോയി. കണ്ണുനീർ കാണുവാൻ കൊതിച്ച ശത്രുക്കൾ ചിന്ത ഭിന്നമായി പോയി. കഷ്ടത വരുത്തുവാൻ ശ്രമിച്ച വിരോധികൾ കഷ്ടത്തിലായി പോയി. കർത്താവിന്റെ കൃപ കൂടെയുള്ളപ്പോ കൺമണി പോലവൻ കാത്തുകൊള്ളും. കർത്താവിന്റെ കൃപ കൂടെയുള്ളപ്പോ കൺമണി പോലവൻ കാത്തുകൊള്ളും. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, യേശു കൂടെ ഉണ്ടെന്ന്. യേശു കൂടെ ഉണ്ടെന്ന്, നിന്റെ കൂടെ യേശു ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? മോശയ്ക്ക് ഇതറിയാമായിരുന്നു. അതുകൊണ്ട് മോശയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ എൻ്റെ ദൂതനെ വിടാം. കർത്താവ് പറഞ്ഞു, വേണ്ട 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 വേണ്ട, ഞങ്ങൾക്ക് ദൂതനും വേണ്ട, ദൂതൻ ഒരു കെരൂബും വേണ്ട, സെറാഫും വേണ്ട, മാലാഖയും വേണ്ട. പ്രൈസ് ഗോഡ്, ഞങ്ങൾക്ക് നീ തന്നെ കൂടെ വരണം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന പ്രശ്നമില്ല. ദൈവ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അത്രയ്ക്ക് ഉറപ്പായിരുന്നു മോശയ്ക്ക്, അത്ര ഉറപ്പായിരുന്നു. ദൈവ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റനേക ജാതികളിൽ നിന്നും വിശേഷതയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, വിശേഷതയുള്ള ജാതിയാണെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്ത് അവനെ ആരാധിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനത്തെ നടത്തിപ്പ്, ആ നടത്തിപ്പിൽ ദൈവം നടത്തുമ്പോൾ മുമ്പായി ചെന്ന് താമ്ര കതകുകളെ തകർത്ത് ഓടാമ്പലുകളെ മുറിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദുർഘടങ്ങളെ നിരപ്പാക്കും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചില ദുർഘടങ്ങൾ നിരപ്പാകട്ടെ, ചില താമ്ര കതകുകൾ തകരട്ടെ, ചില ഇരുമ്പോടാമ്പലുകൾ മുറിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉദര ഹതുര ജമന ദലമ. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഈ നവംബർ മാസം ഈ 9-ാം തീയതി വരെ ഞങ്ങളുടെ മുമ്പിൽ അടച്ചു വെച്ചിരുന്ന താമ്ര കതകുകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. താമ്ര വാതിലുകളെ തകർക്കുന്ന ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മുമ്പാകെ പുറപ്പെടട്ടെ. പ്രൈസ് ഗോഡ്. ഇരുമ്പോടാമ്പലുകളെ മുറിക്കും. എത്ര വലിയ ഓടാമ്പലെന്ന് പറയുന്നത്, വാതില് തുറക്കണമെങ്കിൽ ആ ഓടാമ്പൽ നീക്കണം. ഓടാമ്പൽ നീക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? താഴിട്ട് പൂട്ടും. പ്രൈസ് ഗോഡ്. ഞങ്ങളിപ്പോൾ ഗേറ്റ് പൂട്ടി വന്നിരിക്കുന്ന ഓടാമ്പലിട്ട് പൂട്ടിയേക്കുക. ആ ഓടാമ്പൽ തിരിച്ച് നീക്കാതിരിക്കാൻ, അതിൻ്റെ തണ്ട് നീക്കാതിരിക്കാൻ താഴിട്ടും പൂട്ടിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നോക്കുമ്പം നിന്റെ മുമ്പിൽ ഒരു ഭയങ്കര ഗേറ്റ്, അതിനകത്ത് ഇരുമ്പിൻ്റെ ഒരു ഓടാമ്പലിട്ട് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താമ്ര കഥകളെ തകർക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ താഴ് തുറക്കാനൊന്നും നിൽക്കത്തില്ല. വെട്ട്. പ്രൈസ് ഗോഡ്. ഖണ്ഡിച്ചുകൊണ്ട് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളുടെ പ്രവൃത്തി കണ്ട് അവനെ ആരാധിക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, നിന്റെ രോഗശാന്തിക്ക് വേണ്ടി, നിന്റെ നന്മ, നിന്റെ അനുഗ്രഹം, നിന്റെ ഉയർച്ച, ഇതിനു വേണ്ടി ദൈവം വെട്ടിവിടുവിക്കും. In the name of Jesus, in the name of Jesus, in the name of Jesus.
ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ നടത്തിയ ദൈവത്തെ സങ്കീർത്തനം 1-ാം വാക്യം തന്നെ നോക്ക്. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. ഇങ്ങനെ നടത്തിയെന്ന അനുഭവമുള്ളവന് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ ദൈവമക്കളെ? നിങ്ങൾ നടത്തിയെങ്കിൽ സ്തോത്രം ചെയ്തവനൊന്ന് ആരാധിക്ക്. ഇന്ന് പ്രാർത്ഥിച്ചാൽ മറുപടി തരാൻ, നാളെ 24 മണിക്കൂറിനകം മറുപടി തരാൻ കഴിവുള്ള ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. എനിക്കൊരു ഉടമസ്ഥനുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത 2-ാം വാക്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. 2-ാം വാക്യം, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. അടുത്തത്, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാർ മാത്രമല്ല, വീട്ടുകാർ മാത്രമല്ല. പ്രൈസ് ഗോഡ്. മൃഗങ്ങളും പറവുകളും ഇഴജാതികളും പ്രൈസ് ഗോഡ് അവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഒന്നുപോലും പട്ടിണി കിടക്കാൻ സമ്മതിക്കാതെ കണ്ട് കാട്ടിലെ മൃഗങ്ങളെയും ആറ്റിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവകളെയും ചത്തുവീഴാൻ സമ്മതിക്കാതെ കണ്ട് പട്ടിണി കിടക്കാൻ സമ്മതിക്കാതെ കണ്ട് നടത്താവുന്ന കഴിവുള്ള ദൈവമാണെങ്കിൽ, എടാ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. 100 കണക്കിന് കിലോഗ്രാം, ആമേൻ, ഹല്ലേലൂയ, ആഹാരം കൊടുത്താലേ ആനയ്ക്ക് പറ്റൂ. ടൺ കണക്കിന്, ഞാൻ പറഞ്ഞ കണക്ക് പറഞ്ഞ ടൺ കണക്കിന് കൊടുത്താലേ തിമിംഗലത്തിന് പറ്റൂ. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രൈസ് ഗോഡ് കിലോ കണക്ക് പോലും വേണ്ട, ഗ്രാം കണക്ക് മതിയല്ലേ? എടാ, ടൺ കണക്കിന് കൊടുക്കാൻ കഴിവുള്ളവൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച് നല്ല തടിച്ച് മെഴുത്ത് കൊടുത്തിരിക്കുന്ന കാട്ടുപോത്തും കാട്ടാനയും സിംഹവും പുലിയും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, തിമിംഗലവും സ്രാവുകളും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അങ്ങനെയുള്ള സകല ജീവജാലങ്ങളെയും പോറ്റി വളർത്തുന്ന ദൈവത്തിന് 200 ഗ്രാം നിനക്ക് തരാനാണോ ബുദ്ധിമുട്ട്? നീ പട്ടിണി കിടക്കേണ്ടി വരത്തില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിനക്ക് വേണ്ടി നിറയ്ക്കുവാൻ, നിന്നെ നിറയ്ക്കാൻ, നിനക്ക് തൃപ്തി വരുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എടാ, ആനയ്ക്ക് കിട്ടിയത് ഉപവാസം എടുത്തിട്ടാണോ? എന്ത് ഉപവാസം എടുത്തത് ആന? ഞാൻ കണ്ടിട്ടില്ല. ആവശ്യം വിശക്കുമ്പോൾ ദൈവത്തെ വിളിക്കും, ദൈവം തിന്നോടാന്ന് പറയും. ദൈവമക്കളെ, സത്യം പറഞ്ഞ നമ്മുടെ ഗുണം കൊണ്ടാണോ ഇതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും തന്നത്, ഇന്നലെയും തന്നത്, നാളെയും തരാൻ പോകുന്നത് ഗുണം കൊണ്ടല്ല, അവന്റെ കരുണ കൊണ്ട്, അവന്റെ ദയവ് കൊണ്ട്, അവന്റെ മഹാസ്നേഹ നിമിത്തം, അവന്റെ വാത്സല്യ നിമിത്തം. ആമേൻ. മക്കളെങ്കിൽ അവകാശികളാണ്. ഇങ്ങനെയൊക്കെ തന്നോണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പൂച്ച കാലു പിടിക്കുന്ന പോലെ ഞാൻ കണ്ടില്ല എന്ന് കുടിച്ചോണ്ടിരിക്കല്ലേ. അവൻ തലപൊക്കി ദൈവത്തെ സ്വോത്രം എന്നും കൂടെ പറഞ്ഞു. പ്രൈസ് ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നിന്റെ അകൃത്യങ്ങൾ നിന്റെ നേരെ അതിബലമായിരിക്കുന്നു. ഇങ്ങനെ കർത്താവ് പോറ്റാൻ തന്നാലും, പ്രൈസ് ഗോഡ്, കർത്താവ് എല്ലാം തന്നാലും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിന്റെ അകൃത്യങ്ങൾ നീ ബലമായിട്ട് വന്നാൽ ദൈവത്തിന് സ്തോത്രം. പാൽപ്പായസം കിട്ടിയാലും കുടിക്കാൻ തോന്നുകയില്ല, ഐസ്ക്രീം കിട്ടിയാലും തിന്നാൻ തോന്നുകയില്ല. ഏറ്റവും നല്ല ഒരു സദ്യ, വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ അല്ലെങ്കിൽ ഏതുമായിക്കൊള്ളട്ടെ, മുമ്പിൽ വിളമ്പി വച്ചാലും ആമേൻ ഒരു പിടി തിന്നാൻ തോന്നത്തില്ല. കാരണം എന്നാ? വിശപ്പില്ല. ചിലർ പറയും വായിക്ക് രുചിയില്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, എന്തൊക്കെ മുമ്പിൽ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന അകൃത്യങ്ങൾ, എനിക്കും നിനക്കും എതിരായി നിൽക്കുന്ന അകൃത്യങ്ങൾ, പ്രൈസ് ഗോഡ്, ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒത്തിരി കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് കിട്ടാതെ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അകൃത്യമാണ്. അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യതയില്ലായ്മ. അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യതയില്ലായ്മ. കൃത്യമായിട്ട് നടക്കേണ്ടത് കൃത്യമായിട്ട് നടന്നാൽ നിനക്ക് വരുന്ന നന്മ മുടങ്ങത്തില്ല. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം, കൃത്യമാണോ എന്ന് ചിന്തിച്ചോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദിവസവും കൃത്യമായി പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുന്നു. കർത്താവ് പിന്നെയും പതിവ് പോലെ
പ്രാർത്ഥിപ്പാൻ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. പതിവ് പോലെ ദൈവവചനം പറയുന്നു, ദിവസവും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആശ്രയം ദൈവത്തിലാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഓരോ ദിവസം പോകുന്നത്. ദൈവത്തോട് ചോദിച്ച് മേടിച്ചാണ് ഓരോ ദിവസം ജീവിക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? ദിവസവും പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കൃത്യമായും ദിവസവും പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അകൃത്യങ്ങൾ നിന്റെ നേരെ സാധാരണ ബലമല്ല, പ്രൈസ് ഗോഡ്, അതിബലമായിരിക്കുന്നു. ഇനിക്വിറ്റീസ് പ്രിവെയിൽ അഗൈൻസ്റ്റ് മീ. പ്രിവെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വിട്ടുമാറാതെ, ഓടിച്ചാലും പോകാതെ നമുക്കെതിരായിട്ട് വരും. എന്ത് ചെയ്യണം? ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാം, ഒരു ദിവസം പോലും ജീവിതത്തിൽ ഉണ്ടാകരുത്. 8 മണിക്കാണോ 7 മണിക്കാണോ എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ നടക്കത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ രാവിലെ എഴുന്നേറ്റാൽ കിടക്കുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥനാ ഷെഡ്യൂൾ അനുസരിച്ച് എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രയും നേരം. പ്രൈസ് ഗോഡ്. എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം കൃത്യമായി പ്രാർത്ഥിച്ച് നോക്ക്. ഇന്ന് മുതൽ തീരുമാനമെടുക്ക്, നാളെ മുതൽ വ്യത്യാസം കാണും. ഇല്ലെങ്കിൽ നോക്കിക്കോ. പ്രൈസ് ഗോഡ്. കൃത്യമായ പ്രാർത്ഥന. ആമേൻ. കൃത്യമായ പ്രാർത്ഥനയിൽ കൃത്യതയുണ്ടെങ്കിൽ, ആമേൻ, പ്രൈസ് ഗോഡ്. ദാനിയേൽ ചെയ്തതുപോലെ രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വായിക്കുന്നത് എങ്ങനെയാണ്? താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തീർന്നില്ല. ആമേൻ. മറ്റുള്ളവര് കണ്ടാൽ സിംഹക്കുഴിയിൽ പോകും. പ്രൈസ് ഗോഡ്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ സിംഹക്കുഴിയിൽ പോകും. പക്ഷേ മുമ്പ് ചെയ്തു വന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ജനം പ്രവാസത്തിലേക്ക് പോയാൽ, കഷ്ടത്തിൽ പോയാൽ, ദുഃഖത്തിലായാൽ, വേദനയിലായാൽ, കർത്താവേ, യെരുശലേമിലേക്ക് തിരിഞ്ഞ്, ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് നിന്റെ ജനം പ്രാർത്ഥിച്ചാൽ നീ അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് മറുപടി കൊടുത്ത് അവരെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തണമേ. കർത്താവ് പറഞ്ഞ് വരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ആമേൻ. ആ വാഗ്ദത്തമുള്ളത് കൊണ്ട് ദാനിയേൽ നെബൂഖദ്നേസറിന്റെ ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്നത് വചനപ്രകാരം തന്റെ മാളികയുടെ കിളിവാതിൽ യെരുശലേമിന്റെ നേരെ തുറന്നിട്ടുകൊണ്ടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം ആ വാക്യം ഒന്ന് വായിച്ചു നോക്കി. രേഖ വിരോധമായി എഴുതിയിരിക്കുന്നത് കേട്ടപ്പോൾ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ വീട്ടിൽ ചെന്ന്, ഒരു ഹൈഫൺ ഉണ്ട്, എഴുതിയിരിക്കുന്നു ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു, ഒരു ഹൈഫൺ. അടുത്ത വാക്യം, അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. മനസ്സിലാക്കണം, പ്രൈസ് ഗോഡ്. അത് എന്നും തുറന്നു കിടക്കുകയാണ്. എന്തിനെന്നറിയാമോ? വീട്ടിൽ ചെന്നാൽ മുട്ടുകുത്തണം, നോക്കി പ്രാർത്ഥിക്കണം, വചനപ്രകാരം പ്രാർത്ഥിക്കണം. എന്നാൽ അന്ന് ദാനിയേൽ വിചാരിച്ചില്ല, അതങ്ങ് അടച്ചേക്കാം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്ന ആരും കാണണ്ട. അന്നും വാതിൽ തുറന്നിട്ടു. അടുത്ത വാക്യം, തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്തോ ചെയ്തു? പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദൈവമക്കളെ, ഈ ദാനിയേല് ആമേൻ മുമ്പ് ചെയ്തു വന്നതുപോലെ 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്ത് പ്രാർത്ഥിച്ചു കാണും? കർത്താവേ, ഈ വല്ലാത്ത കാലത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്കറിയാം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ സിംഹക്കുഴിയിലേക്കാണ് പോകാൻ പോകുന്നത്. എന്നാൽ രാജാവിന്റെ കയ്യിൽ നിന്ന്, മഹത്തുക്കളുടെ കയ്യിൽ നിന്ന്, സിംഹത്തിന്റെ വായിൽ നിന്ന്, മേദ്യരുടെയും പാർസിയുടെയും നീക്കം വരാത്ത നിയമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. മറുപടി കിട്ടിയെങ്കിൽ സ്തോത്രം ചെയ്യ്. നീ ആരാധിച്ച ദൈവം, നീ വിടിവിച്ച ദൈവം. ദാനിയേലേ, രാജാവ് ചോദിച്ചു,
ഏലിയാവ് ചോദിച്ചു, നീ ഇടവിടാതെ ആരാധിച്ചു വരുന്ന, ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? മറുപടി, എന്റെ ദൈവം രക്ഷിക്കാൻ പ്രാപ്തനായി. തന്റെ ദൂതനെ അയച്ച് എന്റെ സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അവൻ തുറക്കാൻ മാത്രമല്ല, നിനക്കെതിരായുള്ളതിന് അടയ്ക്കാനും അവന് കഴിയും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദിവസം 3 വട്ടം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി അതേ അർത്ഥത്തിലല്ലേ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഫിലിപ്പിയർ 4:6. ഫിലിപ്പിയർ 4:6. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്തോ ചെയ്യരുത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ദാനിയേലേ, നീ എന്തിനെ കുറിച്ച് വിചാരപ്പെടണം? രേഖയെ ഓർത്ത് വിചാരപ്പെടല്ലേ? കൽപ്പനയെ ഓർത്ത് വിചാരപ്പെടല്ലേ? സിംഹങ്ങളെ ഓർത്ത് വിചാരപ്പെടല്ലേ? നിന്നെ കൊണ്ടുപോയി ഇട്ടുകളയും, വിചാരപ്പെടല്ലേ? നീക്കം വരാത്ത നിയമമാണ്, വിചാരപ്പെടല്ലേ? നീക്കം വരുത്താത്തനെ നീക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. മാമൻ, നിന്റെ മുമ്പിൽ നീക്കം വരത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന നിയമങ്ങളെ വരെ മാറ്റി എഴുതാൻ എന്റെ കർത്താവ് ഉണ്ട്, 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 ഉണ്ട്. ഇന്ന് പകൽക്കാലം ചില നിയമങ്ങൾ മാറട്ടെ, ചില നിയമങ്ങൾ മാറട്ടെ, ചില നിയമങ്ങൾ മാറട്ടെ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുമെന്ന് പറഞ്ഞാൽ നിനക്കെതിരായി നിൽക്കുന്ന നിയമത്തെ ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ട് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് വ്യക്തമായി സംസാരിക്കുന്നു. നിനക്കെതിരായി നിയമമുണ്ടെന്ന് വിചാരിക്കല്ലേ, അതിനെ നിരപ്പാക്കുന്ന ദൈവകൃപ, നിരപ്പാക്കുന്ന ദൈവകൃപ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? നിയമങ്ങൾ മാറ്റിയെഴുതും. എന്തൊക്കെ നിയമം മാറ്റും? അവൻ കെമിസ്ട്രിയുടെ നിയമം മാറ്റും, അവൻ ഫിസിക്സിന്റെ നിയമം മാറ്റും, അവൻ പ്രൈസ് ഗോഡ് ഗ്രാവിറ്റി മാറ്റും, അവൻ പ്രൈസ് ഗോഡ് അല്ലേയ ദൈവത്തിന് സ്തോത്രം, അവൻ സകല ശാസ്ത്ര നിയമങ്ങളും മാറ്റും. തീർന്നില്ല, അവൻ ലോകത്തിന്റെ നിയമങ്ങൾ മാറ്റും, അവൻ പ്രകൃതിയുടെ നിയമങ്ങൾ മാറ്റും. എന്റെ യേശു പ്രവർത്തിക്കുമ്പോൾ സകലത്തിനും അവന് ഉത്തരമരളിക്കൊണ്ട് മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? ദാനിയേലിന് ഒരു പ്രയാസം ഉണ്ടായില്ല. ദാനിയേൽ വിചാരപ്പെട്ടിരുന്നെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല. ദാനിയേൽ അന്നേരം വിചാരിച്ചിരുന്നെങ്കിൽ, പേടിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല. രാജാവിനെ പേടിച്ചില്ല, കൽപ്പനയെ പേടിച്ചില്ല, നിയമത്തെ പേടിച്ചില്ല, സിംഹത്തെ പേടിച്ചില്ല. രാജാവിന്, ദാനിയേലിന് ഇതൊന്നും പേടിയില്ല. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എന്ത് ചെയ്തു? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ പറഞ്ഞാട്ടെ. വായിക്കുന്നുണ്ടെന്നിരിക്കുക. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ദാനിയേൽ ചെയ്തത് അതായിരുന്നു. പ്രൈസ് ഗോഡ്. താൻ കൽപ്പന വിരോധമായി എഴുതിയെന്ന് കേട്ടപ്പോൾ വീട്ടിൽ ചെന്നു. യെരൂശലേമിന്റെ നേരെ വാതിൽ തുറന്നിട്ടിരുന്നു. ദിവസം മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി കൊടുക്കുന്നൊരു ദൈവമുണ്ട്. മനസ്സിലാക്കി സ്തോത്രം ചെയ്ത് ആരാധിക്ക്. നിന്റെ ആവശ്യത്തിനൊത്തവണ്ണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, തന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും, പൂർണ്ണമായി തീർത്തു തരും. നിന്റെ സകല ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി തീർത്തു തരാമെന്ന്, യേശുവിൽ തീർത്തു തരാമെന്ന്, ക്രിസ്തുവേശുവിൽ തീർത്തു തരാമെന്ന്, അപേക്ഷിച്ചാൽ തീർത്തു തരാമെന്ന്, പ്രാർത്ഥിച്ചാൽ തീർത്തു തരാമെന്ന്, വിടുവിക്കാമെന്ന് ദൈവം പറഞ്ഞിരിക്കുമ്പോ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്നിലേക്ക് വരുന്നു. പക്ഷേ എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ ബലമായിരിക്കുന്നു. അത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. അകൃത്യങ്ങൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമാകണം, കൃത്യമാകണം. 1 പ്രാർത്ഥന. 2 പലതുണ്ടെങ്കിലും അത്യാവശ്യമുള്ള മാത്രം പറയാം. 2 ദൈവവചനം വായനയല്ല, വായിച്ച് ധ്യാനിക്കുക. വായിക്കുന്ന തുറന്നു നോക്കി ഞാൻ വായിച്ചിട്ട് അടച്ചു പൂട്ടിപ്പോകും. ഇരുന്ന് ഒരു പെൻസിലും ഒരു പുസ്തകവും എടുത്തു വെച്ച് വായിച്ച് അണ്ടർലൈൻ ചെയ്ത്
നിനക്കുള്ള വാഗ്ദത്തങ്ങൾ, നിനക്കുള്ള കറക്ഷൻസ്, നിനക്കുള്ള ഇൻസ്ട്രക്ഷൻസ്, നിനക്കുള്ള പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആശ്വാസ വാക്കുകൾ. മനസ്സിലായോ? 4 കാര്യം വേദപുസ്തകത്തിൽ കിട്ടും. മര്യാദക്ക് വായിക്കുന്നവന് 4 കിട്ടും. 1 വാഗ്ദത്തം, 2 നിർദ്ദേശങ്ങൾ, 3 ജീവിതത്തിൽ കറക്ഷൻസ്, 4 ദൈവത്തിന്റെ സ്തോത്രം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇൻഫർമേഷൻസ്. വിവരം ഉണ്ടാവും. ഇങ്ങനെ വായിച്ച് അത് അണ്ടർലൈൻ ചെയ്ത ശേഷം ധ്യാനിക്കണം. കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാമോ? ഇന്ന് മുതൽ ഞാൻ വേദപുസ്തകം വെറുതെ വായിക്കുകയല്ല, അത് വായിച്ച് ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കും. മാറ്റം വരുത്തല്ലേ, കൃത്യമായി ചെയ്യണം. മറുപടി കിട്ടും. നിങ്ങൾ നോക്കിക്കോ, എൻ്റെ 42 വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, മറുപടി കിട്ടും. വ്യക്തിപരമായി ഈ കർത്താവ് എനിക്ക് മറുപടി തന്നിട്ടുള്ളത് കൊണ്ട് പറയുക. പ്രൈസ് ഗോഡ്. സഭയിലിരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം, ഘട്ടത്തിൽ പ്രാർത്ഥിച്ച് മറുപടി മേടിച്ചിട്ടുള്ളവർ. നിങ്ങളങ്ങനെ മറുപടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. അകൃത്യങ്ങൾ. 4 പ്രാർത്ഥന, വായന. ഇനി അടുത്തത് ആരാധന. ദേഹവും ദേഹിയും ആത്മാവും ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നതാണ് ആരാധന. ഈ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദാവീദ് പറഞ്ഞു, ഞാൻ ഇനിയും നീ കുതിച്ച് നൃത്തം ചെയ്ത് ഈ തള്ളയാടുകളുടെ മേയ്ക്കുന്നതിനെ കൊണ്ടുവന്ന ദൈവത്തെ ഞാൻ ആരാധിക്കും. ആരാധന മുടക്കല്ലേ, കൃത്യം. ഞായറാഴ്ച വരുമ്പോൾ മാത്രമല്ല, വീട്ടിൽ ആരാധന ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ആരാധന യോഗമായി മാറണം. വ്യക്തിപരമായ പ്രാർത്ഥന ആരാധനയായി മാറണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആരാധനയ്ക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഇന്നത്തെ സെക്കൻഡ് മെസ്സേജിന്റെ വാക്യം ഞാൻ വായിച്ചു വിടാം. പ്രൈസ് ഗോഡ്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആരാധന ഇത് മനസ്സിലാക്കി ആരാധിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ശരീരം സമർപ്പിക്കണം. ആരാധനയിൽ ശരീരത്തിനൊരു ഭാഗമുണ്ട്. അടുത്ത വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള, നന്മ, പ്രസാദം, പൂർണ്ണത, ഇത് 3മുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീ. പ്രൈസ് ഗോഡ്. ശരിയായി ദൈവത്തെ ആരാധിച്ചാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഒരു പുതുക്കം ഉണ്ടാവും. മനസ്സിനൊരു പുതുക്കമുണ്ടാവും. ചില തീരുമാനങ്ങൾ അവിടെ വെച്ചെടുക്കുക. ആരും പ്രസംഗിക്കണ്ട, ആരും പറഞ്ഞു തരണ്ട. ശരിക്ക് ദൈവത്തെ കണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കും. ഇന്നലെ ദൈവത്തെ ആരാധിച്ചപ്പോൾ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചില തീരുമാനങ്ങൾ, പ്രൈസ് ഗോഡ്, ഇന്നലെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച ഒറ്റയ്ക്ക് ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിഞ്ഞുവെന്ന് ചിന്തിക്കുന്നവർ കരമുയർത്തി അനുഭവങ്ങളെ സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? ഇതാണ് ആരാധന. മനസ്സിലായോ? ആരാധനയുടെ പുറകിൽ ഒരു തീരുമാനം വരും. ഒരു ഒരു ഉറപ്പ് മാത്രമല്ല, ഒരു ഡിസിഷൻ ഉണ്ടാവും. ആമേൻ. അങ്ങനെയുള്ളൊരു ആരാധനയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വന്ന പോലെ പോകുന്ന ആരാധന അല്ല ദൈവം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പം നിന്റെ നേരെ, എൻ്റെ നേരെ എൻ്റെ അകൃത്യങ്ങൾ, സങ്കീർത്തനത്തിലേക്ക്, അതിബലമായിരിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പം തടസ്സം അതാണ്. പക്ഷെ പേടിക്കണ്ട. അടുത്ത വാക്യം, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. അടുത്ത സെന്റൻസ് ഓർമ്മയുണ്ടാക്കണം. നീയോ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തും. എൻ്റെ ജീവിതത്തിലെ എത്ര വലിയ പാപമായാലും, എത്ര കൊടും പാപമായാലും എൻ്റെ യേശു ക്ഷമിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുള്ളത് നിശ്ചയമുള്ളൊരു കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? എപ്പോൾ ക്ഷമിക്കും? എൻ്റെ പാപത്തിൻ്റെ കുറ്റം ഞാൻ അവനോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എൻ്റെ പാപം യേശുവിനോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറയുമെന്ന് ഒരു വാക്ക് നിങ്ങൾ ഹൃദയത്തിൽ പറയുന്ന നിമിഷത്തിൽ നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ചു തരാൻ കഴിവുള്ള ഈ ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യ്. ചില പാപക്ഷമ ലഭിച്ചവർ, ദയ ലഭിച്ചവർ, ക്ഷമ ലഭിച്ചവർ സ്തുതിക്കട്ടെ എന്ന് പറയുമ്പോൾ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന എത്ര പേരുണ്ട്?
കർത്താവ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നു, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നമുക്ക് തമ്മിൽ വാദിക്കാം, നീ എന്നോട് പറ, ഞാൻ നിന്നെ സഹായിക്കാം. ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിൽ കൂടെ തകർന്നു വന്നവരായാലും പാപത്തിന്റെ വിഷയത്തിൽ തോറ്റുകിടക്കാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏറ്റുപറഞ്ഞ് കരുണ ലഭിക്കുവാൻ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. വചനം പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുണ നിനക്ക് കിട്ടിയാലുണ്ടല്ലോ, വേറെ ആരുടെ കരുണ കിട്ടിയില്ലെങ്കിലും വിഷയമല്ല, ആരെല്ലാം കരുണ കാണിച്ചില്ലെങ്കിലും വിഷയമല്ല, ആരെല്ലാം നിന്നോട് ക്രുദ്ധിച്ചാലും വിഷയമല്ല, ആരെല്ലാം നിന്നോട് ദേഷ്യപ്പെട്ടാലും വിഷയമല്ല, ആരെല്ലാം നിനക്കെതിരായാലും വിഷയമല്ല, എരിയുന്ന തീച്ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പിച്ചാലും വിഷയമല്ല, നെബൂഖദ്നേസറിന്റെ മുഖഭാവം മാറിയാലും വിഷയമല്ല, സമുദ്രത്തിൽ നിന്നെ ഇട്ടുകളഞ്ഞാലും വിഷയമല്ല, അവൻ ഹല്ലേലൂയ യോനയെ പോലെ വിട്ടുകളഞ്ഞാലും വിഷയമല്ല. നിന്നെ വിഴുങ്ങുവാൻ ഒരു മത്സ്യത്തെ, ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കുന്ന ദൈവം ആ നിമിഷം നിന്നെ സഹായിക്കും. ഈശ്വര ബൗഡ നിഗലക ദഗര അർത്തുല ജമനെ രഗതക ചന്തല അർത്തൽ കൗഡ ജമന രഗത ഊദ രഗത ജമനക രഗതെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, യോന പിന്മാറ്റത്തിൽ പോയവനാ, ദൈവം പറഞ്ഞതിന് എതിര് പോയവനാ. കയ്യിലെ കാശും കൊടുത്ത് നിനവേലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന തർശീസിലേക്ക് പോകാൻ കാശും കൊടുത്ത് പോയവനാ. തീർന്നില്ല, ചെയ്ത തെറ്റിനെ കുറിച്ച് ഒരു ബോധവുമില്ല. എല്ലാവരും ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ പുള്ളി കിടന്ന് നല്ല ഉറക്കമാണ്, തെറ്റാണെന്ന് ഒരു ബോധ്യമില്ല. പ്രൈസ് ഗോഡ്. എന്നിട്ടും അവനെ തട്ടി ഉണർത്തി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു, നീ ചെയ്തത് ഭോഷത്വമാണ്, ഇത്ര നല്ല ദൈവത്തെ നീ എന്തിനു വിട്ടുപോയി? ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോന പറഞ്ഞു, ഞാൻ കാറ്റും കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നീ എന്തിനങ്ങനെ ചെയ്തു? നീ എന്തിന് ദൈവത്തെ വിട്ടുപോയി? എന്തിനിങ്ങനെ പോകുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ്. അപ്പം യോനയ്ക്ക് ബോധ്യം വന്നു. യോന പറഞ്ഞു, എന്നെ എടുത്ത് കടലിലോട്ടിട്, ഈ കോള അടങ്ങും, ഈ കൊടുങ്കാറ്റ് അടങ്ങും, കപ്പൽ രക്ഷപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഇത് പറഞ്ഞപ്പോൾ മനസ്സോടെയാണെങ്കിലും അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഈ മനുഷ്യനെ ഞങ്ങളിപ്പോൾ കടലിലോട്ട് എടുത്തിടുകയാണ്. ആമേൻ, ഞങ്ങൾക്ക് ഈ പാപം നിർത്തരുത് കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. നിവർത്തികേട് കൊണ്ടാണ് അവർ യോനയെ എടുത്ത് വെള്ളത്തിലോട്ടിട്ടു. കോള് നിറഞ്ഞ, തിരമാലകൾ ഉതിർക്കുന്ന, കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന, കോപിച്ചിരിക്കുന്ന കടലിലേക്ക് യോനയെ പിടിച്ചിട്ടു. യോനയുടെ സ്വന്തം നീന്താനുള്ള കഴിവ് കൊണ്ട് നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിനറിയാം. ദൈവം 10 മിനിറ്റ് താമസിച്ചാൽ മതി, പിന്നെ യോനയുടെ ശവമേ അവിടെ പൊങ്ങത്തുള്ളൂ. എന്നാൽ യോനയെ വെള്ളത്തിലോട്ട് നിമിഷം ഒരു മഹാമത്സ്യത്തെ അവിടെ കൊണ്ടുവന്ന് കൽപ്പിച്ചാക്കി യോനയെ കൈകാര്യം ചെയ്യാൻ. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയം എത്ര വലുതായാലും, എത്ര തെറ്റുകൾ ചെയ്താലും, എത്ര പാപങ്ങൾ കൊണ്ട് ജീവിച്ചാലും, എത്ര മാത്രം അവിശ്വാസത്തോടെ പോയാലും, നിന്നെ താങ്ങാൻ കഴിവുള്ള നിനക്ക് വേണ്ടി ചിലതിനെ കൽപ്പിച്ചാക്കാൻ മനസ്സുള്ള മഹാദൈവമാണ് യോനയുടെ ദൈവം. ആ ദൈവം എന്റെ ദൈവം. മാനസാന്തരപ്പെട, ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട. ദൈവത്തിന് ഒരു കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ചയില്ലാതുള്ളൂ. എന്താ അറിയാമോ? മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ട് മാനസാന്തരപ്പെടാതിരിക്കുക. നല്ല വചനങ്ങളും നല്ല ആലോചനകളും തന്ന് മാനസാന്തരപ്പെടാൻ അവസരം തന്നാലും മാനസാന്തരപ്പെടാതിരിക്കുക. അതിന് മാത്രം ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, എത്ര പാപം ചെയ്താലും, എത്ര തെറ്റുപറ്റിയാലും ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം സെക്കൻഡ് കൊണ്ട്, ആ സെക്കൻഡിൽ പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ നിന്നെ വിഴുങ്ങാൻ കഴിയത്തില്ല, കടലിൽ നിന്നെ വിഴുങ്ങാൻ കഴിയത്തില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കിക്കളയാൻ കഴിയത്തില്ല, തിരമാലകൾക്ക് നിന്നെ മുക്കിക്കളയാൻ കഴിയത്തില്ല. നിന്നെ രക്ഷിക്കുവാൻ ഒരു തിമിംഗലത്തെ ആക്കുന്ന ദൈവമാണ്. കഴിഞ്ഞില്ല. ആമേൻ. തർശീസിലേക്ക് പോകുന്ന കപ്പലിൽ കാശ് കൊടുത്ത് കയറിയ യോനയെ ഫ്രീ ലിഫ്റ്റിൽ, ടിക്കറ്റ് ഇല്ലാതെ പുള്ളി കൊണ്ടുപോയി കരയിൽ തട്ടി. എവിടെ ചെല്ലണമോ അവിടെ തട്ടി. ഇന്ന് പകൽ നീ ഏൽപ്പിച്ചു കൊടുക്ക്. നീ എവിടെ എത്തണമോ അവിടെ എത്തിക്കാൻ കഴിവുള്ള ദൈവമാണ്. നിന്റെ കുറവുകൾ പ്രശ്നമല്ല, കുറ്റങ്ങൾ പ്രശ്നമല്ല, മറുതലിപ്പ് പ്രശ്നമല്ല, മത്സരം പ്രശ്നമല്ല, ദൈവ വഴിക്ക് എതിരെ പോയാൽ അത് പ്രശ്നമല്ല, ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്കും ദൈവത്തിന്റെ വഴികൾക്ക് നീ എതിരെ പോയാൽ പ്രശ്നമല്ല. നിന്നെ ആക്കണ്ട സ്ഥാനത്ത് എത്തിച്ച്, നിന്റെ ശുശ്രൂഷയിൽ എത്തിച്ച്, നിനക്ക് വേണ്ടി അവന് വേണ്ടി പോരാടുവാൻ നിന്നെ ബലപ്പെടുത്താൻ കഴിവുള്ള ദൈവമാണ് യോനയുടെ ദൈവം.
ദൈവം ആ യോനയുടെ ദൈവത്തെ ഓർത്തൊരു സ്തോത്രം ചെയ്യ്. നിന്നെ വീണ്ടും ശുശ്രൂഷയിലേക്ക്, വീണ്ടും ആരാധനയിലേക്ക്, വീണ്ടും രക്ഷയിലേക്ക്, വീണ്ടും ഉയർച്ചയിലേക്ക്. ഞാൻ പറയട്ടെ, ഇങ്ങനെ പിന്മാറ്റത്തിൽ പോയ മോശയെ, അല്ല യോനയെ, ദൈവത്തിനോട് മറുതലിച്ച യോനയെ, ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം എന്നറിയാമോ? 1,20,000 ആളുകളുടെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ ദൈവം ഉപയോഗിച്ചു. നിന്നെ ഉപയോഗിക്കും, നിന്നെ ഉപയോഗിക്കും. 1000ങ്ങളല്ല, 10,000ങ്ങളല്ല, ലക്ഷങ്ങളുടെ മാനസാന്തരത്തിന് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ഓർത്ത് സ്തോത്രം ചെയ്ത് ആരാധിക്കുക. നിന്നെ ഉപയോഗിക്കാൻ കഴിയും, നിന്നെ ഉപയോഗിക്കാൻ കഴിയും, നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ കഴിയും, നിന്റെ കുടുംബത്തെ ഉപയോഗിക്കാൻ കഴിയും, നിന്റെ ശുശ്രൂഷയെ ഉപയോഗിക്കാൻ കഴിയും. മനസ്സിലായി? ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. എത്ര വലിയ പ്രസംഗം പ്രസംഗിക്കാനും എളുപ്പമാണ്. ഇപ്പോൾ ഇന്റർനെറ്റിൽ കിട്ടും, പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും, വേദപുസ്തകത്തിൽ നിന്ന് കിട്ടും, നോട്ട് കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ ഹൃദയങ്ങളെ തട്ടണമെങ്കിൽ, നീ പ്രസംഗിക്കുന്നത് ഹൃദയങ്ങളെ ചലിപ്പിക്കണമെങ്കിൽ, ജീവിതങ്ങൾക്ക് രൂപാന്തരം കൊടുക്കണമെങ്കിൽ, ജീവിതങ്ങൾക്ക് പ്രത്യാശ കൊടുക്കണമെങ്കിൽ, ജീവിതങ്ങൾക്ക് ഈ ദൈവത്തിന് ഒരു ഉറപ്പ് കൊടുക്കണമെങ്കിൽ, ഈ ദൈവത്തിന് സന്തോഷം കൊടുക്കണമെങ്കിൽ, ഈ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ പറ്റൂ. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ദൈവമുണ്ട്. അമ്പല ബൗഡ തകല ജഗല ദലബല ഹത്തൽ ബൗഡെ. The Holy Spirit, the Holy Spirit, touch, 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 touch. പരിശുദ്ധാത്മാവ് തൊടണമേ, പരിശുദ്ധാത്മാവ് തൊടണമേ, പരിശുദ്ധാത്മാവ് തൊടണമേ. Praise God. അങ്ങനെ അകൃത്യത മാറ്റ്. കൃത്യമായിട്ട് എന്തൊക്കെയുണ്ടോ കൃത്യം തെറ്റിച്ചത് മാറ്റ്. നിനക്ക് അനുഗ്രഹം നിശ്ചയം. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ചിട്ട് എത്ര നേരം കഴിഞ്ഞാൽ മറുപടി കിട്ടിയേ? 24 മണിക്കൂറിനകം മറുപടി കിട്ടി. എങ്ങനെ കിട്ടി? സിംഹത്തിന്റെ വായ അടച്ചു. എന്ത് വിഴുങ്ങുമെന്ന് പറഞ്ഞോ അതിനെ അടച്ചു. നിന്നെ എന്ത് വിഴുങ്ങുമെന്ന് പറയുന്നു അതിനെ അടയ്ക്കും. നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്നതിനെ അടയ്ക്കും. നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്നതിന്റെ വായ അടയ്ക്കും. നിന്റെ തലമുറയെ വിഴുങ്ങാൻ നിൽക്കുന്നതിന്റെ വായ അടയ്ക്കും. നിന്റെ കുടുംബത്തെ വിഴുങ്ങാൻ നിൽക്കുന്നതിന്റെ വായ അടയ്ക്കും. നിന്റെ ഭാവി വിഴുങ്ങാൻ നിൽക്കുന്നതിന്റെ വായ അടയ്ക്കും. നിന്റെ നന്മ വിഴുങ്ങാൻ നിൽക്കുന്നതിന്റെ വായ അടയ്ക്കും. ആമേൻ. മനസ്സിലാക്കുന്നവർ ശക്തിയോടെ ആരാധിച്ച് സ്തോത്രം ചെയ്ത് ചില വായകൾ അടയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പം അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തണം. അത് നമ്മൾ വരുത്തണ്ട, കർത്താവ് വരുത്തി. അത് ഏറ്റെടുത്താൽ മതി. കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമില്ലാതെ പോയ നിങ്ങൾ ആരാധന മുടക്കുക, പ്രാർത്ഥന മുടക്കുക, ഉപവാസം മുടക്കുക, വായന മുടക്കുക, എല്ലാം ചെയ്തു കാണും. വിഷയമല്ല. ഇനി ഒരു കൃത്യമായിട്ടൊരു സ്റ്റെപ്പ്, ഇനി ഒരു കൃത്യമായ സ്റ്റെപ്പ് വെച്ച് നോക്ക്. ഈ നിമിഷം മുതൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹബക്കൂക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പുറകോട്ട് നോക്ക്, പുറകോട്ട് നോക്ക്. വിതച്ചത് പോയത് ഓർക്ക്, വിതച്ചത് തുള്ളൻ കൊണ്ടുപോയത് ഓർക്ക്, കഴിഞ്ഞ നാളുകൾ പ്രയത്നഫലം പോയത് ഓർക്ക്. പക്ഷെ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഇന്ന് ഞായറാഴ്ച, ഇന്ന് ഹോളിഡേ. പക്ഷെ പറയുന്നത് എന്നാ? ഹബക്കൂക്ക് ഒന്ന് വായിച്ച, ബാക്കിയെടുത്ത് വായിച്ച്. ഹഗായി പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 12-ാം വാക്യം വായിച്ചാൽ. 12 വായിച്ച. 19. ഉണരുക. ഹഗായി 2-ാം അധ്യായം 19-ാം വാക്യം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ഞായറാഴ്ചയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇന്ന് മുതൽ മാറ്റം വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഫ്രം ടുഡേ ഓൺവേഴ്സ്, ഫ്രം നൗ ഓൺവേഴ്സ്. ഇന്ന് മുതൽ, ഇന്ന് മുതൽ, ഇന്ന് മുതൽ, ഇന്ന് മുതൽ, ഇന്ന് മുതൽ.
അന്തല ബൗഡേ തലകര കൗദ ജലപര ഹത്തൽ കൗഡകരകഥ മാതാപാര ദീർഘാരാധ ജനകാതകര സന്തര ബൗഡ. ആമേൻ. എങ്ങനെയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ, എങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ഞാൻ ഡിസംബർ മാസത്തിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 31-ാം തീയതി ഞാനൊരു ദൂത് കേട്ടു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൂത് ഇതായിരുന്നു: നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഡിസംബർ മാസത്തിൽ പ്രൈസ് ഗോഡ്. അതൊരു ഞായറാഴ്ചയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അല്ലേ? ഞായറാഴ്ച കേട്ട ദൂത്. കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട കേട്ടോ, എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട. കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന്. വെള്ളം കൊണ്ട് നിറയാൻ മഴ വേണ്ട, കാറ്റും വേണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടും, നിനക്ക് വേണ്ടി വെളിപ്പെടും, നിനക്ക് വേണ്ടി വെളിപ്പെടും, നിനക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ. ഞാൻ ഈ ദൂതങ്ങ് ഏറ്റെടുത്തു. പിറ്റേ ദിവസം എൻ്റെ താഴ്വര ശൂന്യമായി കിടന്ന, പ്രൈസ് ഗോഡ്, വരണ്ട് കിടന്ന, വെള്ളമില്ലാതെ കിടന്ന എൻ്റെ സാമ്പത്തികമായ അനുഭവങ്ങളുടെ താഴ്വര നിറയത്തക്ക വണ്ണം പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നു. വ്യക്തികൾ ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് വരാൻ തുടങ്ങി. ആമേൻ. പ്രൈസ് ഗോഡ്. ആ താഴ്വര അന്ന് നിറഞ്ഞിട്ട് പിന്നെ വറ്റാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ഇന്ന് വരെ വരുത്തിയിട്ടില്ല. ആ താഴ്വരയിൽ വെള്ളമില്ലാതെ പോയിട്ടില്ല, വെള്ളമില്ലാതെ പോയിട്ടില്ല. നിന്റെ കുടുംബത്തിൽ ഹല്ലേലൂയ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ആരാധിക്കുക. നിന്റെ താഴ്വരയിൽ വരൾച്ച വരത്തില്ല. ആമേൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയും 1990 കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇതിപ്പോൾ 2014, 24 വർഷമായിട്ടും ആമേൻ എൻ്റെ ഈ വിഷയത്തിലുള്ള താഴ്വരയിൽ വറ്റാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല, വരളാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല, ഉണങ്ങി വരളാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ഒരു അബദ്ധം കൊണ്ടല്ല, 24 വർഷമായി എന്നെ പോറ്റി പുലർത്തുന്ന ഒരു മഹാദൈവമുണ്ട്. വരൾച്ചയില്ലാതെ, വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്ന ദേശത്ത് ഉറവകൾ തുറന്ന്, നദികൾ ഒഴുക്കി, തോടുകൾ ഒഴുക്കി, അവൻ വെള്ളച്ചാട്ടം പോലെ വന്ന് സഹായിച്ച സമയങ്ങളുണ്ട്. ആ ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നാമത്തിൽ വെള്ളച്ചാട്ടം പോലെ എന്ന് പറഞ്ഞാല് ഓരോ തുള്ളി ഓരോ തുള്ളി ഓരോ തുള്ളി കൂടി ബക്കറ്റ് നിറയല്ല, നിറഞ്ഞ ബക്കറ്റ് നേരെ മുമ്പിൽ കൊണ്ടുവന്ന് ഒഴുക്കാൻ ഈ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിന്റെ വീട്ടിലും ഒഴുകട്ടെ, നിന്റെ വീട്ടിലും ഒഴുകട്ടെ, നിന്റെ അനുഭവങ്ങളിൽ ഒഴുകട്ടെ, തലമുറയിൽ ഒഴുകട്ടെ. ഇന്ന് പകൽക്കാലം എൻ്റെ തലമുറയിലും എൻ്റെ വീട്ടിലും ഒരു ഒഴുക്ക്, ഒരു ഒഴുക്ക്, ഒരു ഒഴുക്ക്, ഒരു നിറവിന്റെ ഒഴുക്ക്. ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുള്ളതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. തങ്കൽ, ഞാൻ പറയാം, എല്ലാവർക്കും പ്രവർത്തി എനിക്ക് അറിയത്തില്ല, പക്ഷെ അറിയാമെന്ന് ഞാൻ പറഞ്ഞ തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്ന ശക്തനായ, മഹാശക്തനായ എൻ്റെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ വിഷയത്തിന്മേൽ ഇന്ന് പതിയട്ടെ. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്നോട് കർത്താവ് പറഞ്ഞതാണ്, ഇന്ന് മുതൽ എനിക്ക് മാറ്റമുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര സാധിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞ ശേഷമല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് എന്നോടാണെന്ന് തോന്നി തുടങ്ങി. ഇപ്പോൾ ഞാനൊന്ന് കൺഫേം ചെയ്ത് ചോദിക്കുകയാണ്, എന്നോട് എൻ്റെ ദൈവം പറഞ്ഞതാണെന്ന് ഉറപ്പോടെ സ്തോത്രം ചെയ്യുക. ഇന്ന് മുതൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാൻ പറയുകയാണ്, വചനത്തിൽ ആശ്രയിച്ചാൻ പറയുകയാണ്. ഇന്ന് മുതൽ, ഇന്ന് മുതൽ നീ ആഗ്രഹിക്കുന്നതിന്റെ വിഷയത്തിന്മേൽ, നീ പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ചൊരിയും. ആമേൻ. സങ്കീർത്തനം 4-ാം വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അർപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ അടുപ്പിച്ചെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തിരഞ്ഞെടുത്ത് അടുപ്പിച്ചെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാണെന്നറിയാമോ? അവൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കുവാൻ, അവൻ്റെ നിയമത്തിന് അധീനമായിരിക്കാൻ, അവൻ്റെ വചനത്തിന് അധീനമായിരിക്കാൻ, അവൻ്റെ നന്മകൾക്ക് അധീനമായിരിക്കാൻ, അതോടുകൂടെ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാകാൻ.
ഞാനൊരു കാര്യം പറയാം, ആത്മീയം നന്നായിരിക്കുന്നിടത്തോളം കാലം ലേവ്യൻ പട്ടിണി കിടക്കണ്ട. ലേവ്യർക്ക് ദേശം വിഭാഗിച്ചപ്പോൾ പ്രൈസ് ഗോഡ് എന്ത് ചെയ്തു? ഒരവകാശം കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് അവരുടെ അവകാശം. പുതിയ നിയമ ഇസ്രായേലേ, നിന്റെ അവകാശം, നീ ലേവ്യ പൗരോഹിത്യത്തിൽ മാറ്റം വന്ന് യഹൂദ പൗരോഹിത്യത്തിൽ കയറിയെങ്കിൽ, മറ്റൊരു രാജകീയ പൗരോഹിത വർഗത്തിൽ കയറിയെങ്കിൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിന്റെ അവകാശം യേശുവാണ്, യേശു മാത്രമാണ്, യേശു മാത്രം മതി. പക്ഷെ ആ യേശുവിനെ മര്യാദയ്ക്ക് സേവിച്ചാൽ, ആമേൻ, യഹോവ അവകാശമായിരിക്കുന്ന ഈ ലേവ്യൻ അവന്റെ ദൈവത്തെ മര്യാദയ്ക്ക് സേവിച്ചാൽ, പ്രൈസ് ഗോഡ് എന്തുണ്ടാവും? ആത്മീയ നിലവാരം വർദ്ധിക്കും, സഭയുടെ വർദ്ധിക്കും, ഗോത്രങ്ങളുടെ വർദ്ധിക്കും. അപ്പം എന്ത് സംഭവിക്കുന്നറിയാമോ? ആത്മീയം വർദ്ധിച്ചാൽ ജനം ഓരോ ഗോത്രത്തിൽ നിന്നും കൂട്ടം കൂട്ടമായിട്ട് യാഗത്തിന് വരും. യാഗത്തിന് വന്ന് കഴിയുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവം വർദ്ധിക്കാൻ അങ്ങോട്ട് തുടങ്ങും. ആരെ വർദ്ധിപ്പിക്കും? യാഗം അർപ്പിക്കുന്നവനെയും വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെയും കൊണ്ട് വന്നവൻ അല്ല, വേണ്ട, ഏറ്റവും ഒരു സമ്പത്തിനും വകയില്ലാത്തവന് കൊടുത്തതിന് ക്ലോസ് എന്താണെന്നറിയാമോ? ആമേൻ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, കുറുപ്രാവിനെ അല്ലെങ്കിൽ ചെറുപ്രാവ്, ഒരു പ്രാവിൻ കുഞ്ഞിനെ, അതിനും വകയില്ലെങ്കിൽ ഒരിടങ്ങഴി മാവ് ഉണ്ടോ? ഏറ്റവും കഴിവില്ലാത്തവന് ഒരിടങ്ങഴി മാവും കൊണ്ട് ആരാധിക്കാൻ വാ. അതിന് കഴിവില്ലെങ്കിൽ ഒരു കുറുപ്രാവിനെ, പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുപോവാ. അതിനും കഴിവില്ലെങ്കിൽ ചെമ്മരിയാടിനെ, കോലാട്ടിനെ കൊണ്ടുപോവാ. അതിനും കഴിവില്ലെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, കാളെ. അങ്ങനെയല്ല പറഞ്ഞത്. നിനക്ക് ഒരു കഴിവുമില്ലാത്തവൻ, പ്രൈസ് ഗോഡ്, കാളയെ കൊണ്ടുവരാൻ കഴിവില്ലെങ്കിൽ ആട് മതി, ആടിനെ കൊണ്ടുവരാൻ കഴിവില്ലെങ്കിൽ പറവ മതി, പറവയെ കൊണ്ടുവരാൻ കഴിവില്ലെങ്കിൽ ഒരിടം കഴിയും മാവും മതി. നീ ഇതും കൊണ്ട് വന്നാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ഇന്ന് മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പറഞ്ഞ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? ഇത് പറഞ്ഞ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? ഹഗായിയുടെ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? മോശയുടെ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? ദാനിയേലിന്റെ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? ഹല്ലേലൂയ, എന്റെ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, 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 ഉണ്ട്. ആമേൻ. അപ്പൊ ഇന്ന് ഒരു ഇടങ്ങഴി മാവും കൊണ്ട് വരുന്നവൻ പിന്നെ വരുന്ന എങ്ങനെയാണെന്നറിയാമോ? പ്രാവിനെയും കൊണ്ടുവരും. പിന്നെ പ്രാവിനെയും കൊണ്ടുവരും. അവൻ വിശ്വസ്തയോടെ പ്രാവിനെയും കൊണ്ട് വന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ അവൻ ആടിനെയും കൊണ്ടുവരും. ആടിനെയും കൊണ്ട് വിശ്വാസത്തോടെ വന്നാലുണ്ടല്ലോ, പിന്നെ അവൻ കാളയും കൊണ്ടുവരും. ഇതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ഇവിടെ ഇത് അനുഭവിച്ചിട്ടുള്ള കരമൊരുത്ത് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. ആമേൻ. 100 രൂപ കിട്ടിയപ്പോൾ 10 രൂപയും കൊണ്ട് സ്വോത്രകാഴ്ചയിട്ടവരിവിടെ ഉണ്ട്. 10 രൂപ പോലും സ്വോത്രകാഴ്ച ഇടാൻ പയ്യാതെ ഒരു കാലത്ത് ഇവിടെ വന്നവരുണ്ടെങ്കിൽ കരമൊരുത്ത് സ്തോത്രം ചെയ്യാമോ? 10 രൂപ പോലും. ആമേൻ. ഇന്ന് ഹല്ലേലൂയ, അതിനോടുകൂടെ പല പൂജ്യങ്ങൾ ചേർത്ത് ഇവിടുത്തെ സ്വോത്രകാഴ്ചയിൽ ഇടാൻ എൻ്റെ ദൈവം എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തിയെന്ന അനുഭവമുള്ള കരങ്ങൾ സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? ഇതാ ദൈവത്തിൻ്റെ പരിപാടി. ആമേൻ. അല്ലാത്തവനൊക്കെ ക്ഷയിച്ചു പോകുമ്പോൾ, നിന്റെ ചുറ്റുമുള്ള ജാതികൾ ക്ഷയിച്ചു പോകുമ്പോൾ, നീ ഉയർന്നു വരുമെന്ന് പറയുന്ന ദൈവവചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പം ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അവന് വേണ്ടി ചെലവിട്ട് ആരാധിക്കാൻ വരുമ്പോൾ അവൻ നിനക്ക് വേണ്ടി ചെലവാക്കാൻ തുടങ്ങും. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇത് ദൈവം പ്രാകാരങ്ങൾ അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. അവനെ ഇവനെയൊന്നും കൊണ്ടുവരത്തില്ല, തിരഞ്ഞെടുത്ത ആളെ കൊണ്ടുവരും. അവർ യാഗമൃഗങ്ങളുമായിട്ട് വരും. അങ്ങനെ അവർ ആരാധനയ്ക്ക് വരുന്നിടത്തോളം കാലം ലേവ്യൻ എന്ത് വേണ്ട? ലേവ്യൻ എന്ത് വേണ്ട? പട്ടിണി കിടക്കണ്ട. ഉദർച്ചയുടെ നെഞ്ചും കൈക്കുറവും, നിരാജനത്തിൻ്റെ നെഞ്ചും കൈക്കുറവും, നേരിയ മാവും അതിനുള്ളതും, അതിൻ്റെ പ്രൈസ് ഗോഡ് എല്ലാം കൊടുത്ത് ലേവ്യനെ അങ്ങോട്ട് പോഷിപ്പിക്കും. നീ രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവനാണെങ്കിൽ നിന്നെ പോഷിപ്പിക്കത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, വഴികളെ തുറന്ന് വാതിലുകളെ തുറന്ന് ദേശത്തിലെ അനുഭവം കൊണ്ട് വിളവ് കൊണ്ട് ഉപജീവിക്കത്തക്കവണ്ണം തക്ക സമയത്ത് മുൻമഴയും പിന്മഴയും തന്ന് പോഷിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവം അത് ചെയ്യുമെന്ന് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാകും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആലയത്തിന്റെ നന്മ കൊണ്ട് തൃപ്തരാക്കുന്ന ദൈവത്തിനാണ് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇനി 5-ാം വാക്യം. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷ്യാം ദൈവമേ,
നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, ഭയങ്കര കാര്യങ്ങളാൽ നീ ഞങ്ങൾക്ക് നീതിയോടെ ഉത്തരമരുളുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവം ഉത്തരമരുളുന്നു വിശ്വസിക്കുന്നവർ ഒരു കാര്യം കൂടെ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 59 അധ്യായം 1-2 വാക്യങ്ങൾ മറക്കല്ലേ. ഞങ്ങൾ കേൾപ്പിച്ചത് 59 അധ്യായം 1-2. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. പിന്നെ കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. പിന്നെ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ഈ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര. അടുത്തത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. മനസ്സിലായോ? പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് തോന്നുന്നെങ്കിൽ ചിന്തിക്കണം, പാപങ്ങൾ എവിടെയോ കിടപ്പുണ്ട്, അതിന് പരിഹാരം വരുത്തണം, ഏറ്റുപറയണം, ഉപേക്ഷിക്കണം, തീരുമാനങ്ങൾ എടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ പാപമുണ്ടെങ്കിൽ എത്ര കിളച്ചാലും അച്ചായ നടക്കത്തില്ല. നീ എത്ര ബുദ്ധിയോടെ പ്രവർത്തിച്ചാലും നടക്കത്തില്ല. നോക്കാം, പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 12 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്ക്. 4:12 ഉൽപ്പത്തി. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല. മനസ്സിലായോ? എന്ത് ചെയ്താലും ശരിയാകത്തില്ല. നോക്ക്, ചെയ്ത് നോക്ക്, മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മുതലാണ് കഷ്ടം ആരംഭിച്ചത്, എന്ന് മുതലാണ് പ്രശ്നം ആരംഭിച്ചത്, എന്ന് മുതലാണ് വീഴ്ച തുടങ്ങിയത്. പ്രൈസ് ഗോഡ്. പാപത്തെ കൈകാര്യം ചെയ്യാൻ നീട്ടിവെച്ചു. പ്രൈസിനോട് കയ്യനോട് പറഞ്ഞു, പാപം വാതുക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം. അത് കൈകാര്യം ചെയ്യാതെ വിട്ടുപോയാൽ ഇനി മേലാൽ കൃഷി ചെയ്യുമ്പോൾ വീര്യം ലഭിക്കത്തില്ല, നിന്റെ ബിസിനസ് വിജയിക്കത്തില്ല, നിന്റെ ജോലി വിജയിക്കത്തില്ല, നിന്റെ കൃഷി വിജയിക്കത്തില്ല. നീ എന്ത് ചെയ്താലും അതിൽ നിന്നൊരു ഗുണം പ്രതീക്ഷിക്കണ്ട. എന്നാൽ ദൈവവചനം അനുസരിച്ച് നിൽക്ക്, നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നോക്ക്, നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. ദൈവം അനുസരിച്ച് ദൈവം നിൽക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ദൈവത്തെ സ്തോത്രം. എങ്ങനെ 128 സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ആശംസാ സങ്കീർത്തനം എന്നൊക്കെ നമുക്ക് പറയും, ഇന്നും ജീവിതത്തിൽ അനുഭവിക്കാവുന്നതാണ്. വായിച്ചേ 128. ഇത് കല്യാണത്തിന് പാടാൻ വേണ്ടി മാത്രമല്ല, നിത്യജീവിതത്തിൽ എന്റെ നിങ്ങൾ അനുഭവമാക്കാനുള്ളതാണ്. വായിച്ചേ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പൊ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴി നടക്കണം, നമ്മുടെ വഴിയല്ല. യഹോവയുടെ വഴി, ദൈവത്തിന്റെ വഴി തികവുള്ളത്. നമ്മുടെ വഴി മരണവഴികളാണ്. നമ്മുടെ വഴി പോയാൽ അവസാനം മരണമാണ്, നഷ്ടമാണ്, നാശമാണ്. എന്ത് ചെയ്യണം? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അടുത്ത വാക്യം, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അങ്ങനെയുള്ളവരുടെ അനുഗ്രഹത്തില് കൈകളുടെ അധ്വാന ഫലം വേറെ ആരും കൊണ്ടുപോകത്തില്ല. നീ തിന്നും, നീ തിന്നും. അടുത്തത്, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിനക്ക് നന്മ വരും. ദൈവത്തിന്റെ ഏറ്റവും വലിയ നന്മകൾ താഴെ വായിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, വായിച്ചോ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാകും. അടുത്തത്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അല്ലാത്തവൻ മേശ തുടയ്ക്കാൻ പോകുമ്പോ അല്ലേ, ഹോട്ടലിൽ ചെന്ന് മറ്റുള്ളവന്റെ മേശ തുടച്ചു കൊടുക്കൊണ്ടിരിക്കുന്ന മക്കളുള്ളപ്പോൾ നിന്റെ മക്കള് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവത്തെ പേടിയുള്ളവൻ, behold those who shall man blessed the fear of the Lord. ദൈവത്തെ പേടിയുള്ളവൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. വായിച്ചേ. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. എന്നിട്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. മനസ്സിലായി? അടുത്ത വാക്യം,
നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. സമാധാനമായിട്ട് ജീവിക്കൂ. ദൈവമക്കൾ, നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. ഈ ദൈവത്തെ ശരിക്കൊന്ന് ആരാധിക്ക്, കൃത്യമായിട്ട് ആരാധിക്ക്, അകൃത്യമായി ചെയ്യാതെ ആരാധിക്ക്, പതിപോലെ ആരാധിക്ക്. വ്യക്തമായും ശക്തമായും ഞാൻ പറയട്ടെ, നിനക്ക് സമാധാനമുണ്ടാകത്തക്കവണ്ണം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിനക്ക് നന്മ വരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീരുമാനങ്ങൾ എടുത്തുന്ന ദൈവത്തെ ആരാധിക്കുക. കർത്താവേ, നീ തരുന്ന നന്മ, നീ തരുന്ന നന്മ, നീ തരുന്ന നന്മ എനിക്ക് വേണം. ഹല്ലേലൂയ. ഈ നന്മ എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് ഏത് കാലത്തും മനുഷ്യന് വേണ്ട നല്ല കാര്യങ്ങളാണ്. മനുഷ്യന് വേണ്ട നല്ല കാര്യം, ഒന്ന്, നിന്റെ വീട്ടിൽ നിന്ന് രോഗങ്ങളെ അയറ്റിക്കളയണം, നന്മയാണ്. രണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രസവിക്കാത്ത മച്ചി നിന്റെ വീട്ടിൽ ഉണ്ടാകരുത്, നന്മയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മൂന്ന്, നിന്റെ മക്കൾ ആഹാരം തെണ്ടി നടക്കാൻ ഇടവരരുത്, നന്മയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യഹോവ നിനക്ക് സങ്കേതമാണ്, പാർപ്പിടമില്ലാതെ നീ അലഞ്ഞു നടക്കാൻ ഇടവരരുത്, നന്മയാണ്. എല്ലാ കാലത്തും, പഴയ നിയമമായാലും പുതിയ നിയമമായാലും, ഇതൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. ഇത് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നത്തക്കവണ്ണം നിനക്ക് ആരോഗ്യം, നിന്റെ കുടുംബത്തിന് സന്തോഷം, നിന്റെ മക്കൾക്ക് സന്തോഷം, നിന്റെ ഭാര്യയ്ക്ക് സന്തോഷം, സകലത്തിനും സന്തോഷം, എല്ലാം 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 അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? ഉണ്ടോ? ഇല്ല. ഇത് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അതിന് ഇന്നു മുതൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഇത് ചെയ്യും ദൈവം? ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 6-ാം വാക്യവും 7-ാം വാക്യവും, അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കും, കുലുങ്ങി വരുന്നതിനെ എല്ലാത്തിനും ഉറപ്പിക്കും. അടുത്തത്, അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കും. അടുത്തത്, ഭൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പരിപാടി. അതെങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹോശയ്യാവിനോട് ചോദിച്ചാൽ 2-ാം അധ്യായം 18 മുതൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടെ നിങ്ങൾ. ഹോശയ്യ 2:18 മുതൽ, അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും, വായിച്ചാട്ടെ, അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ദൈവമക്കളെ, അങ്ങനത്തെ ഒരു നിയമമാണ് ദാനിയേലിന് വേണ്ടി സിംഹത്തോട് എൻ്റെ ദൈവം ചെയ്തത്. ആമേൻ. കാട്ടിലെ മൃഗങ്ങളോട്, ആകാശത്തിലെ പക്ഷികളോട്, നിലത്തിലെ ഇഴജാതികളോട്, ഇതൊന്നും നിനക്കൊരു ദോഷവും വരുത്താതെ വണ്ണം പാമ്പുകളെയും തേലുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തക്കവണ്ണം നിനക്ക് അധികാരം തരുന്നൊരു മാർഗമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ മാർഗമാണെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്തവനെ ആരാധിക്കുക. ഇതൊന്നും നിനക്കൊരു ദോഷവും വരുത്തുകയില്ലെന്ന് ആമേൻ. സുവിശേഷങ്ങളിൽ, സുലുക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഇവ ഒന്നും നിനക്കൊരു ദോഷവും വരുത്തത്തില്ല. അടുത്തത്, ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി, ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. അടുത്തത്, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ആമേൻ. ദൈവമായിട്ടൊരു നിത്യബന്ധം. 19, 20, 21. ആ കാലത്ത് ഞാൻ ഉത്തരം ശ്രദ്ധിച്ചോണം. എങ്ങനെ ദൈവം പ്രവർത്തിക്കണം? ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും. പ്രൈസ് ഗോഡ്. എങ്ങനെ?
യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ ആകാശത്തിന് ഉത്തരം അവൻ നൽകും. ആകാശത്തിന് ഉത്തരം കൊടുക്കും. മഴ പെയ്യാൻ തുടങ്ങും. തക്ക സമയത്ത് മുൻമഴയും പിന്മഴയും ചൂടും വെളിച്ചവും ആകാശത്ത് ഉത്തരം നൽകും. അടുത്തത്, അത് ഭൂമിക്ക് ഉത്തരം നൽകും. അത് ഭൂമിക്ക് ഉത്തരം നൽകും. ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും ഭൂമിക്ക് കൊടുക്കും. എന്നിട്ട് ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അവ ഇസ്രായേലിന് ഉത്തരം നൽകും. അതെല്ലാം കൂടെ ആർക്ക് ഉത്തരം കൊടുക്കും? ഇസ്രായേലിന് ഉത്തരം കൊടുക്കും. എനിക്ക് നിനക്ക് ഉത്തരം തരും. അവൻ ആകാശത്തിന് ഉത്തരം കൊടുക്കും, അത് ഭൂമിക്ക് ഉത്തരം കൊടുക്കും, അത് ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം കൊടുത്തും ഇതെല്ലാം കൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും നിനക്കും നിന്റെ കുടുംബത്തിനും ഉത്തരം തരും. വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ കരമേറിയൊരു സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ പ്രായോഗികമായി മാറ്റത്തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ നമ്മുടെ പ്രവൃത്തി തുടങ്ങുക. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിന്റെ വിഷയങ്ങളിൽ നാളെ മുതൽ മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നിന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ, നിന്റെ ബിസിനസിന്റെ വിഷയത്തിൽ, നിന്റെ ജോലിയുടെ വിഷയത്തിൽ, നിന്റെ വരുമാനത്തിന്റെ വിഷയത്തിൽ നാളെ മുതൽ പ്രൈസ് ഗോഡ് ഇന്ന് പ്രവൃത്തി ആരംഭിക്കും. നാളെ നീ കാണത്തക്കവണ്ണം പ്രൈസ് ഗോഡ് നിന്റെ പ്രവൃത്തി ആരംഭിക്കുന്ന ഇന്നല്ല നാളെ നിന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഫലം കാണത്തക്കവണ്ണം നിന്റെ കൈകളുടെ പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കത്തക്കവണ്ണം നാളെ ഈ ആഴ്ചവട്ടത്തിന്റെ ഔദ്യോഗികമായി നാളെ ആരംഭിക്കുമ്പോൾ ചില മാറ്റങ്ങൾ നടന്നിരിക്കുമെന്ന് വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്നിനോട് കാര്യം